السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫിഖ്ഹ് പഠന പരമ്പരയിൽ നിസ്കാരം എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സിഫത്തു സ്വലാം, നിസ്കാരത്തിൻ്റെ രൂപം എന്ന ബാബിൽ 1626 വരെയുള്ള മസലകൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 1627 മഅ്മൂമ് ഉറക്കെ തക്ബീർ ചൊല്ലൽ, ഖുർആൻ ഓതൽ, ദിക്റുകൾ ചൊല്ലൽ എന്നിവയാണ് ഈ മസ്അലയിൽ വരുന്ന ചർച്ച. യുസ്തഹബ്ബു ലിൽ മഅ്മൂമി അൻ യുസിറ ബിത്തക്ബീരി വൽ ഖിറാഅത്തി വദ്ദിക്രി. യുസ്തഹബ്ബു സുന്നത്താണ്, ലിൽ മഅ്മൂം മഅ്മൂമിന് സുന്നത്താണ്, അൻ യുസിറ ബിത്തക്ബീരി വൽ ഖിറാഅത്തി വദ്ദിക്രി. തക്ബീറും ഖുർആൻ പാരായണവും അദ്കാറുകളുമെല്ലാം പതുക്കെയാക്കൽ സുന്നത്താണ്. വഹാദ മുജ്മഉൻ അലൈഹി ബൈന ആമ്മത്തി അഹ്ലിൽ ഇൽമി. പണ്ഡിതന്മാർ പൊതുവെ ഏകോപിച്ചു പറഞ്ഞ അഭിപ്രായമാകുന്നു ഇത്. ലിഅന്നഹു ലാ യഹ്താജു ഇലാ ഇസ്മാഇ ഗൈരിഹി. കാരണം അവിടെ മറ്റുള്ളവരെ കേൾപ്പിക്കുക എന്ന ഒരു ആവശ്യം ഇല്ല. ഇമാമ് ഉറക്കുന്നതിനാണ്? മഅ്മൂമിനെ കേൾപ്പിക്കാനാണ്. മഅ്മൂമിനെ സംബന്ധിച്ച് മറ്റൊരാളെ കേൾപ്പിക്കുക എന്നത് ഇല്ല. അതുകൊണ്ട് തന്നെ ഉറക്കെ ഓതുക എന്നത് മഅ്മൂമിൻ്റെ കാര്യത്തിൽ ശറഅാക്കപ്പെട്ടതല്ല. അതിനാൽ പതുക്കെ ഓതലാണ് മഅ്മൂമിന് സുന്നത്തുള്ളത്. എന്നാൽ ഫൈൻ ജഹറ, ഇനി മഅ്മൂം ഉറക്കെ ഓതിയാൽ, ഫീ ബഅദിൽ മവാദിഇ, ചില സ്ഥലങ്ങളൊക്കെ മഅ്മൂം ഉറക്കെ ഓതി, ബിമാ ലാ യുശവ്വിഷു അലാ ഗൈരിഹി, മറ്റുള്ളവർക്ക് തശ്വീഷാകാത്ത രൂപത്തിൽ അവൻ ഉറക്കെ ഓതി. അടുത്തുള്ള ആൾക്ക് നിസ്കാരം പഴക്കാനോ അയാളെ ദിക്റുകൾ ഖുർആനൊത്തും തെറ്റാനൊന്നും ഇടയാവാത്ത വിധം മഅ്മൂം ഉറക്കെ ഉറക്കെ ചൊല്ലിപ്പോയി എങ്കിൽ ഫലാ ഹറജ, അതിന് തെറ്റൊന്നും ഇല്ല. ലിഅദമിൽ ഇൻകാരി ഫി സുന്നത്തി അലാ മൻ റഫഅ സൗതഹു ബിദുആഇൽ ഇസ്തിഫ്താഹ്. ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥന ഉറക്കെ ഓതി ഒരു സ്വഹാബി, അവിടെ നബിതങ്ങൾ എതിർത്തു എന്ന് പ്രത്യേകം വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരാൾ എപ്പോഴേക്കും ഉറക്കെ ഓതിപ്പോയാൽ തെറ്റല്ല. പക്ഷേ ഏറ്റവും നല്ലത് മഅ്മൂമിന് പതുക്കെ ഓതലും പതുക്കെ തക്ബീർ ചൊല്ലലും ഒക്കെ തന്നെയാണ്. വലാ അലാ മൻ റഫഅ സൗതഹു ബിദ്ദിക്രി ബഅദ റുകൂഇ. റുകൂഇന് ശേഷം ശബ്ദമുയർത്തിയ ആളെയും എതിർത്തതായി ഹദീസിൽ വന്നിട്ടില്ല. ഉറക്കെ പറഞ്ഞപ്പോൾ അതിനും ആക്ഷേപമായി നിബിധങ്ങളൊന്നും പറഞ്ഞിട്ടായിട്ട് വന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് ഒരു വസ്വാസാവാത്ത രൂപത്തിൽ ചിലപ്പോൾ ഒരു ഫാത്തിഹ ഓതിപ്പോണിടയിൽ ഒരു ആയത്തൊന്ന് സൗണ്ട് കൂടിപ്പോയി, ഒരു അല്ലാഹു അക്ബർ ഒരു മഅ്മൂം ഉറക്കെ പറഞ്ഞു പോയി, അതിനൊന്നും തെറ്റുണ്ടോ ചോദിച്ചാൽ തെറ്റില്ല. പക്ഷെ സുന്നത്ത് എപ്പോഴും മഅ്മൂം പതുക്കെ നിർവഹിക്കുക എന്നതാണ്. അമ്മ ഇൻ ശവ്വശ അലാ ഗൈരിഹി, എന്നാൽ മറ്റുള്ളവർക്ക് അത് വസ്വാസായാലോ ഫഇന്നഹു യഹറും, അത് ഹറാമാണ് താനും.
കാരണം നിസ്കരിക്കുന്ന ഒരാൾക്ക് വിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളത് പാടില്ല. അയാൾ നിസ്കാരം പഴിക്കാൻ കാരണമാകുക, അയാളെ പിന്നെ ഖുശൂ നഷ്ടപ്പെടാൻ കാരണമാവുക. അപ്പം നിസ്കരിക്കുന്ന ഒരാൾ അടുത്ത് ഉറക്കെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഒരാൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഉറക്കെ വർത്തമാനം പറഞ്ഞാൽ അയാളുടെ ഖുശൂ നഷ്ടപ്പെടും. ആ നിലയ്ക്ക് നിസ്കരിക്കുന്ന മറ്റുള്ളവർക്ക് തശ്വീഷാകാൻ കാരണമായാൽ ആ ശബ്ദമുയർത്തലാവട്ടെ ഫഇന്നഹു യഹ്റുമു, അത് ഹറാമാവുകയും ചെയ്യും. ലിമാ ഫീഹി മിൻ അദൽ മുസല്ലീൻ, കാരണം അത് നിസ്കരിക്കുന്നവരെ ബുദ്ധിമുട്ടാക്കുക എന്നത് അതിലുണ്ട്. അത് പാടില്ല, അത് പൊതുവായി പാടില്ല. അത് മാത്രമല്ല, നിസ്കരിക്കുന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കുക, അയാളെ ശ്രദ്ധ തിരിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത് പൊതുവെ വിലക്കപ്പെട്ട കാര്യമാണ്. ആ ഗണത്തിലാണ് അപ്പോൾ ഇതും ഉൾപ്പെടുക. ഇനി അമ്മൽ മുൻഫരിദ്, എന്നാൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാൾ, ഇമാമും അല്ല മഅ്മൂമും അല്ല, അയാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്. റജുലൻ അവ ഇംറഅ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഫഇൻ കാന ഖരീബൻ മിൻഹു, അവൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ, മൻ യതഅല്ലാ ബിത്തക്ബീരി അവിൽ ഖിറാഅത്തി, ഇവൻ്റെ തക്ബീർ കൊണ്ടോ ഖിറാഅത്ത് കൊണ്ടോ പ്രയാസമുണ്ടാകുന്ന ഒരാൾ അടുത്തുണ്ടെങ്കിൽ, അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്നു, അപ്പുറത്ത് വേറെ ആളും ഒറ്റക്ക് നിസ്കരിക്കുന്നുണ്ട്, അപ്പം ഇവനെ ഉറക്കി ഓതിയാൽ അയാൾക്കതൊരു പ്രയാസമാകും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇസ്തഹബ്ബ ലഹുൽ ഇസ്റാർ, അവന് പതുക്കിയാക്കലാണ് സുന്നത്ത്. വഹാദാ മുജ്മഉൻ അലൈഹി, അത് പൊതുവെ ഏകോപിക്കപ്പെട്ട കാര്യമാണ്. അതെ, എല്ലാം തന്നെ ഏതിനും തക്ബീർ ചൊല്ലുക, അതേപോലെ സുജൂദിലെ പ്രാർത്ഥന, റുക്കൂയിലെ പ്രാർത്ഥന, അതൊക്കെ ഇപ്പോൾ ദിക്ർ ഉദ്ദേശിച്ചത്. സുജൂദ് ഉറക്കാണ്ട് ദിക്ർ ചൊല്ലി, റുക്കൂയിൽ ഉറക്കി ദിക്ർ ചൊല്ലി, ഈസ്താല ഉറക്കി ദിക്ർ ചൊല്ലി, അയാൾ ഒറ്റയ്ക്കുള്ളെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നാൽ അയാൾ അപ്പുറത്ത് വേറെ നിസ്കരിക്കുന്നുണ്ട്, ഇയാളെ ഈ നിസ്കാരം കൊണ്ട് മറ്റൊരാകെ തശ്വീഷായി എങ്കിൽ പറ്റുകയുമില്ല. തെളിവെന്താണ്? ലിമാ സബത അബീ സഈദ് അൽ ഖുദരി ഖാല, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു, ഇഅ്തികഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദി, നബി തങ്ങൾ പള്ളിയിൽ ഇഅ്തികാഫിരുന്നു. ഫസമിഅഹും യജ്ഹറൂന ബിൽ ഖിറാഅ, അപ്പോൾ നബി അവിടെ ഇഅ്തികാഫിലാണ്, അപ്പം മറ്റുള്ളവരൊക്കെ അവിടെ ഇങ്ങനെ ഉറക്കെ ഖുർആൻ ഓതുന്നത് നബി തങ്ങൾ കേട്ടു. വഹുവ ഫീ ഖുബ്ബത്തിൻ ലഹു, നബിയാകട്ടെ അവിടെ പള്ളിയിൽ ഒരു കുബ്ബ കെട്ടി, ഒരു ഖൈമ, ഒരു ടെൻറ്റ് കെട്ടി, അതിനുള്ളിൽ നബി ഇഅ്തികാഫിരിക്കണത്. പക്ഷെ അപ്പുറത്തുള്ള ആളൊക്കെ ഉറക്കെ ഇങ്ങനെ ഖുർആൻ ഓതുന്നു. ഫകശഫ സുതൂർ, അപ്പം നബി തങ്ങൾ ആ വിരി, ആ മറൺ നീക്കി എന്നിട്ട് പറഞ്ഞു, അലാ ഇന്ന കുല്ലക്കും യുനാജി റബ്ബ, നിങ്ങളൊക്കെ റബ്ബുമായി മുനാജാത്തിലാണ്, റബ്ബുമായി സ്വകാര്യ സംഭാഷണത്തിലാണ്. ഫലാ യുഅ്ദി ബഅദുക്കും ബഅദാ, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ബുദ്ധിമുട്ടിക്കരുത്. എല്ലാവരും പ്രാർത്ഥനയിലാണ്, എല്ലാവരും ഖുർആനോത്തിലാണ്, എല്ലാവരും ദിക്റിലാണ്, നിസ്കാരത്തിലാണ്, എല്ലാവരും അള്ളാഹുമായി സ്വകാര്യ ഭാഷണത്തിലാണ്. അവിടെ നിങ്ങൾ തമ്മിൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. വലാ യർഫഅന്ന ബഅദുക്കും അലാ ബഅദിൻ ഫിൽ ഖിറാഅ, ഖിറാഅത്ത് നിങ്ങൾ ഒരാൾ മറ്റൊരാൾക്കാൾ ശബ്ദമുയർത്തുകയും ചെയ്യരുത്. ഔ ഖാല ഫി സ്വലാ, ഫി ഖിറാഅത്തി എന്നാണോ ഫി സ്വലാത്തി എന്നാണോ നബി പറഞ്ഞത് എന്ന് റിപ്പോർട്ടർക്ക് ഒരു സംശയം. അപ്പം ഇത് പ്രകാരം ഈ തെളിവാണ് മറ്റൊരാൾക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അവരാൾ ഖുർആൻ ഓതുന്നു, അയാൾക്ക് പ്രയാസം ഉണ്ടാവുക, ഒരാൾ അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അയാൾക്ക് പ്രയാസം ഉണ്ടാവുക, ഒരാൾ നിസ്കരിക്കുന്നു, അയാൾക്ക് പ്രയാസം ഉണ്ടാവുക, അതുണ്ടായിക്കൂടാ. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ പള്ളിയിൽ വന്നു, നമ്മളിന്ന് ഉറക്കെ ഖുർആൻ ഓതി, അപ്പുറത്ത് വേറെ ആൾ ഓതുന്നുണ്ട്, അയാൾക്ക് ഭയങ്കര ശല്യമായി ഇയാളെ ഓത്ത്, അത് പാടില്ല. അതൊക്കെ പരിഗണിക്കണം. അതൊന്നുമില്ല, നമ്മൾ ഒറ്റക്കാണ്, നമുക്ക് നിസ്കരിക്കുമ്പോൾ ശബ്ദം കൂട്ടാം കുറക്കാം, അതൊന്നും വിരോധമുള്ള കാര്യവും അല്ല. അല്ലാഹു അഅലം. എങ്ങനെ തുടരാൻ പറ്റും? ശേഷം വരും നമുക്ക്. മഅ്മൂം നേരത്തെ പറഞ്ഞു പോയേ, മഅ്മൂം ഇമാമാവല്, ഇമാം മഅ്മൂമാവല്, നിയ്യത്ത് മാറുക എന്ന മസല വന്നല്ലോ. ഫർദ് സുന്നത്തേക്ക് പോലെ, സുന്നത്ത് ഫർദിക്ക് പോലെ, ആ നിയ്യത്ത് മാറ്റങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയി. ഇനി ജമാഅത്തിന്റെ ബാബിൽ വിശദമായിട്ടത് വരികയും ചെയ്യും. ഫാത്തിഹ ഓതാം, മഅ്മൂമിന് ഫാത്തിഹ ഇമാമിൻ്റെ കൂടെ ഓതാം, അതിന് തൊട്ട് പിറകിൽ ഓതാം, അല്ലെങ്കിൽ ഇമാമിൻ്റെ ഫാത്തിഹയ്ക്ക് ശേഷവും ഓതാം. മറ്റു സൂറത്തില്ല, മറ്റു സൂറത്തുകൾ ഇമാം ഓതുമ്പോൾ മഅ്മൂം ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. നബി തങ്ങൾ ഓതി ബാക്കി ഓതി, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇമാം ഓതിയാൽ ആ ഓത്ത് ശ്രദ്ധിക്കുക. ഇല്ല ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ഒഴികെ. കാരണം
ലാസ്വത്തിലിമെല്ലാം ഫാത്തിഹത്തെ കിതാബ്, ഫാത്തിഹ ഓതാത്ത നിസ്കാരമില്ല എന്ന് നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അവിടെയൊക്കെ കേൾക്കുകയാണ് വേണ്ടത്. അവിടെയൊക്കെ ഇമാമിനെ ഖിറാഅത്ത് കേൾക്കുക. ഇമാമ സൂറത്ത് ഓതുകയാണെങ്കിൽ ആ സൂറത്ത് കേൾക്കലാണ് മഅ്മൂമിനുള്ളത്. അവിടെ കൂടെ ഓതലില്ല. ഫാത്തിഹ മാത്രമാണ് മഅ്മൂം അങ്ങനെ ഓതേണ്ടത്. ഇനി 1629 അമ്മാ ഇദാ ലം യകുൻ ബിഖുർബിൽ മുൻഫരിദി മൻ യതഅദ്ദാ ബിറഫ്ഇ സൗതി. ഇനി ഒറ്റ നിസ്കരിക്കുന്ന ആളുടെ സമീപത്ത് അങ്ങനെ ശല്യമായി മാറുന്ന ആരുമില്ല എങ്കിൽ ഫഹുവ മുഖയ്യറുൻ, അവന് സ്വാതന്ത്ര്യമുണ്ട്. ബൈനൽ ജഹരി വൽ ഇസ്റാർ, ഉറക്കെ ഓതുകയോ പതുക്കെ ഓതുകയോ ഓരോ ഏതാണോ സൗകര്യം അതവന് ചെയ്യാം. ഫയഫ്അലു, അപ്പം അവന് പ്രവർത്തിക്കാം. മാ ഹുവൽ അഖ്ശഉ ലിഖൽബിഹി, അവന് കൂടുതൽ ഖുശൂ ഏതാണോ അത് ചെയ്യാം. ഇപ്പം ചില ആൾക്ക് ഉറക്കെ ഓതെങ്കിലേ ഒരു ഖുശൂ കിട്ടുള്ളൂ, ശ്രദ്ധ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ശ്രദ്ധ തെറ്റിപ്പോകും. അതിക്ക് ഉറക്കെ ഓതാം. ചിലർക്ക് ഉറക്കെ ഓതിയാൽ തീരെ കിട്ടൂല, പതുക്കെ ഓതിയാലേ ഖുശൂ കിട്ടുള്ളൂ. അയാൾക്ക് എന്താണോ സൗകര്യം അയാളെ ഖുശൂവിനോട് യോജിക്കുന്നത് അയാൾക്ക് ചെയ്യാം. മറ്റുള്ളവർക്ക് അതുകൊണ്ട് പ്രയാസമില്ലെങ്കിൽ. തെളിവെന്താണ്? ലിമാ സബത അൻ അബ്ദുല്ലാഹി ബിൻ അബി ഖൈസ്, അബ്ദുല്ലാഹി ബിൻ അബി ഖൈസിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, സഅൽതു ആയിഷത, ആയിഷ ബിവിയോട് ഞാൻ ചോദിച്ചു, അൻ വിത്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വിത്ർ നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. ഖാലത്ത് റുബ്ബമാ ഔതറ അവ്വലൽ ലൈലി വറുബ്ബമാ ഔതറ മിൻ ആഖിരിഹി, ചിലപ്പോൾ നബി തങ്ങൾ രാത്രിയുടെ ആദ്യ ഭാഗത്ത് വിത്ർ നിസ്കരിക്കും, അഥവാ ഉറങ്ങുന്നതിന് മുമ്പ്. ചിലപ്പോൾ നബി രാത്രി അവസാന സമയത്തും വിത്ർ നിസ്കരിക്കലുണ്ട് എന്ന് ആയിഷ ബീവി പറഞ്ഞു കൊടുത്തു. ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, കൈഫ കാനത് ഖിറാഅത്തുഹു, നബി എങ്ങനെയാണ് ഖുർആൻ ഓതൽ വിത്ർ നിസ്കരിക്കുമ്പോൾ? അകാന യുസിറു ബിൽ ഖിറാഅ അം യജ്ഹർ, നബി വിത്ർ നിസ്കരിക്കുമ്പോൾ ഖിറാഅത്ത് ഉറക്കെയാക്കലുണ്ടോ അല്ല പതുക്കെയാണോ ഓതൽ? ഏതാ നബിയുടെ രീതി എന്ന് ഞാൻ ചോദിച്ചു. കാലത്ത്, അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, കുല്ലു ദാലിക അനഫ്, നബി അതൊക്കെ എല്ലാം ചെയ്യലുണ്ട്, നബി രണ്ടും ചെയ്യലുണ്ട്. റുബ്ബമാ അസറ, പലപ്പോഴും നബി പതുക്കെ ഓതും. വറുബ്ബമാ ജഹറ, പലപ്പോഴും നബി ഉറക്കെ ഓതുകയും ചെയ്യുമായിരുന്നു എന്ന് ആയിഷ ബീവി പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസമില്ലേ എങ്കിൽ ഉറക്കയെ ആകാവൂ എന്നോ പതുക്കയെ ആകാവൂ എന്നോ ഒന്നുമില്ല. ഓരോരുത്തർക്കും ഏതാണോ കൂടുതൽ ഖുശൂവിനോട് യോജിക്കുന്നത് അതവന് ചെയ്യാം. എന്നാൽ അപ്പുറത്ത് വേറെ ആൾ നിസ്കരിക്കുന്നുണ്ട്, വേറെ ഖുർആൻ ഓതുന്ന ആളുണ്ട്, അയാൾക്ക് ഇതുകൊണ്ട് പ്രയാസമാകുമെങ്കിൽ അതും കൂടി പരിഗണിക്കണം. ഇതാണ് ഇതിന് പൊതുവായ നിയമം. അഹ്മദ് അബൂദാവൂദ് വഗൈറുഹുമാ വസനദുഹു സ്വഹീഹുൻ, ഇമാം അഹ്മദും അബൂദാവൂദും ഉദ്ധരിച്ചിട്ടുണ്ട്. വഅസ്ലുഹു ഫീ സ്വഹീഹ് മുസ്ലിം, ഇതിൻ്റെ അസ്ല് സ്വഹീഹ് മുസ്ലിമിലുണ്ട് താനും. ഈ രൂപത്തിലല്ലെങ്കിലും ഈ സംഭവം സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുമുണ്ട്. 1630 യജിബു അലാ കുല്ലി മുസല്ലിൻ മിൻ ഇമാമിൻ വ മഅ്മൂമിൻ വ മുൻഫരിദിൻ. ഇനി മറ്റൊരു വിഷയം, ഒറ്റ നിസ്കരിക്കുന്ന ആളാണെങ്കിലും ഇമാമാണെങ്കിലും മഅ്മൂമാണെങ്കിലും ശരി, നിസ്കരിക്കുന്ന എല്ലാവർക്കും നിർബന്ധമായ ഒരു കാര്യമാണ് അയ്യൻതിഖ ബിത്തക്ബീർ, തക്ബീറത്തുൽ ഇഹ്റാം നാവ് കൊണ്ട് ഉച്ചരിക്കണം. മനസ്സിലുണ്ടായാൽ പോരാ, അല്ലാഹു അക്ബർ നാവ് കൊണ്ട് പറയണം. എല്ലാ തക്ബീറുകളും നാവ് കൊണ്ട് ഉരുവിടണം. വബിസാഇർ ഖിറാഅത്തിൽ വാജിബ, നിർബന്ധമുള്ള ഖിറാഅത്തുകളും നാവ് കൊണ്ട് ഉരുവിടണം. ഫാത്തിഹ നാവ് കൊണ്ട് ഉച്ചരിക്കണം. മനസ്സിലുണ്ടായാൽ പോരാ, മനസ്സിലിങ്ങനെ ഫാത്തിഹ ഓതുന്നുണ്ട്, ചുണ്ടനങ്ങുന്നില്ല, അത് പറ്റില്ല. നാവ് കൊണ്ട് ഉരുവിടണം. വദ്ദിക്രിൽ വാജിബി, നിർബന്ധമായ ദിക്റുകളും ഉരുവിടൽ നിർബന്ധമാണ്. ലിഅന്ന മൻ ലം യൻതിഖ് ബിഹി ലം യഅതി ബിഹി, കാരണം ഉച്ചരിക്കാത്ത ഒരാൾ അത് ചെയ്യാത്ത പോലെയാണ്. നാവ് കൊണ്ട് പറയാത്ത ഒരാൾ ആ ദിക്റ് ചൊല്ലിയിട്ടില്ല എന്നാണ് അസ്ലിയായിട്ട് നമുക്ക് പറയാൻ കഴിയുക. അതുകൊണ്ട് ഉരുവിടണം. എന്നാൽ അത് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഉരുവിടുമ്പോൾ നമ്മൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? വയുജസിഉ, മതിയാകും. അൽ മുസല്ലിയ, നിസ്കരിക്കുന്നതിന് മതി. ബിൽ ഹുറൂഫ്, ആ അക്ഷരങ്ങൾ ഉരുവിട്ടാൽ അയാളുടെ ബാധ്യത കഴിഞ്ഞു. വലൗലം യുസ്മഇ നഫ്സഹു, സ്വന്തത്തെ കേൾപ്പിച്ചിട്ടില്ലെങ്കിലും ശരി. നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ ഓതി ഭയങ്കര ശബ്ദകോലാഹലം അവിടെ എടുക്കുക, ഭയങ്കര ബഹളവും അതിനൊക്കെ നിസ്കരിക്കുന്നത്. നമ്മളെ ഖുർആനോത്ത് നമ്മളെ കേട്ടില്ല. അല്ലെങ്കിൽ കേൾവി കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ ശബ്ദം കുറച്ച് കുറവാണ്, അതുകൊണ്ട് നമ്മൾ ചൊല്ലിയ പക്ഷെ നമ്മൾ തന്നെ കേട്ടിട്ടില്ല, കുഴപ്പമില്ല. അയാൾ ഉരുവിട്ടോ ഇല്ലേ എന്നതാണ് ഇത് അസ്ലായി പരിഗണിക്കുക.
അല്ലദീ ഹുവ ഫഇലുൽ ലിസാൻ, പരിഗണിക്കപ്പെടുന്നത് നാവ് കൊണ്ടുള്ള ഫഇലായ നുത്ഖ്, ഉച്ചാരണം എന്നതാണ്. വലൈസ സമാഉൽ ഉദ്നി, കാതിൻ്റെ കേൾവിയല്ല പരിഗണിക്കുക. ഓൻ കേട്ടോ ഇല്ല എന്നുള്ളതല്ല, ഓൻ ചൊല്ലോ ഇല്ല എന്നുള്ളതാണ് നോക്കുക. അപ്പം തക്ബീറത്തുൽ ഇഹ്റാം അടക്കമുള്ള തക്ബീറുകൾ, നിർബന്ധമായ ഖുർആൻ പാരായണങ്ങൾ, നിർബന്ധമായി ചെയ്യാണ് ദിക്റുകൾ, അതൊക്കെ അവൻ നാവ് കൊണ്ട് ഉരുവിടൽ നിർബന്ധമാണ്. ഇനി മറ്റൊരു മസ്അല, മനിഫ്തതഹ അസ്സലാത്ത, ഇനി നിസ്കാരം ആരംഭിച്ചു ബിഗൈരി തക്ബീർ, തക്ബീർ അല്ലാത്തത് കൊണ്ട് ആരംഭിച്ചു, അല്ലാഹു അക്ബർ എന്ന് പറയാതെ മറ്റു വല്ലതും കൊണ്ട് അർ-റഹ്മാൻ അക്ബർന്നോ അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്ന്നോ ഒക്കെ പറഞ്ഞിട്ട് നിസ്കാരം തുടങ്ങി എങ്കിൽ ലം തസിഹ സ്വലാത്തുഹു, അവൻ നിസ്കാരം സ്വഹിയാവുകയില്ല. വഹാദ ഖൗലു ആമ്മത്തി അഹ്ലിൽ ഇൽമി, ഇതാണ് പണ്ഡിതന്മാരിൽ പൊതുവേയുള്ള അഭിപ്രായം. ഒറ്റപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ ഉണ്ട് അർത്ഥം, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഇജ്മാ ഉണ്ടെന്ന് പറയാതെ പണ്ഡിതന്മാരുടെ പൊതുവേയുള്ള അഭിപ്രായം ഇതാകുന്നു. എന്നാൽ ചില പണ്ഡിതന്മാരൊക്കെ, പ്രത്യേകിച്ച് ഹനഫി മദ്ഹബിലൊക്കെയുള്ള പണ്ഡിതന്മാർ, അവിടെ അതല്ലാത്തത് മതിയാകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ കൊണ്ടുവരികയും തക്ബീറത്തുൽ ഇഹ്റാം അറിയാത്തൊരാൾക്കാണെങ്കിൽ പറ്റും, അല്ലാത്തതിന് പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട്, ഏതാണെങ്കിലും പറ്റും എന്ന് പറഞ്ഞവരുണ്ട്. അതൊക്കെ വളരെ ചെറിയ ഒരു ഒറ്റപ്പെട്ട പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. പൊതുവേ പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായം ആ വിഷയത്തിലുള്ളത് തക്ബീർ കൊണ്ട് തന്നെയാണ് നിസ്കാരം ആരംഭിക്കേണ്ടത്. വഹാദാ ഖൗലു ആമ്മത്തി അഹ്ലിൽ ഇൽമി ലിഅന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബറ, കാരണം നബി തങ്ങൾ പറഞ്ഞു അന്ന ഇഫ്തിതാഹ യകൂനു ബിത്തക്ബീർ, നേരത്തെ പറഞ്ഞ ഹദീസ്, നിസ്കാരം ആരംഭിക്കുന്ന തക്ബീർ കൊണ്ടാണ്, അവസാനിക്കുന്ന സലാം കൊണ്ടാണ് എന്ന ഹദീസ്. അവിടെ നബി പ്രത്യേകം പറഞ്ഞു തക്ബീർ കൊണ്ടാണ് ആരംഭിക്കുക. അപ്പോൾ തക്ബീർ അല്ലാത്തോട് ആരംഭിച്ചാലോ അത് പരിഗണിക്കപ്പെടുകയില്ല. വലിഅന്നഹു ലം യുൻഖൽ അൻഹു, മാത്രമല്ല നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല ഇഫ്തിതാഹു സ്വലാത്തി ബിഗൈരിഹി, തക്ബീർ അല്ലാത്തത് കൊണ്ട് സ്വലാത്ത് നിസ്കാരം ആരംഭിച്ച ഒരു സംഭവം പോലും നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടും. എവിടെയെങ്കിലും ഒരിക്കൽ നബി ഒരുപാട് നിസ്കരിച്ചല്ലോ, ഏതെങ്കിലും നിസ്കാരമെങ്കിലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാതെ നബി തുടങ്ങിയ ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് തക്ബീർ തന്നെയാണ് ആരംഭിക്കുമ്പോൾ ചൊല്ലേണ്ടത്. അതിന് പകരം മറ്റെന്ത് ചൊല്ലിയാലും ആ നിസ്കാരം സ്വഹിയാവുകയില്ല. ഇനി മറ്റൊരു മസ്അല 1633, യംബഗി അൻ തകുന ഖിറാഅത്തുൽ ഖുർആനി ഫി സ്വലാത്തി ബിൽ അറബിയ്യ, നിസ്കാരത്തിലെ ഖുർആൻ പറയണം അറബിയിലാവൽ നിർബന്ധമാണ്. വേറെ പരിഭാഷ വായിച്ചു നിസ്കാരത്തിൽ അത് പറ്റില്ല. ഫാത്തിഹയ്ക്ക് പകരം ഫാത്തിഹയുടെ അർത്ഥം ഇങ്ങനെ പറഞ്ഞു പോയി, അത് ഫാത്തിഹയായിട്ട് പരിഗണിക്കുകയില്ല. അറബിയിൽ തന്നെ ഖിറാഅത്ത് വേണം. ലഅന്നൽ ഖുർആൻ ലാ തജൂസു തർജമ, ഖുർആൻ പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് നിസ്കാരത്തിന് ജായിസായ കാര്യമല്ല. വയംബഗി അൻ യകുന തക്ബീറു വസായിറു അദ്കാരി സ്വലാം, അതേപോലെ തക്ബീറും മറ്റു നിസ്കാരത്തെ ദിക്റുകളുമെല്ലാം ആയിരിക്കാം ഫീ ഹഖ്ഖി മൻ യുജീദുൽ അറബിയ്യത ബിൽ അറബിയ്യ, അറബിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരാൾ അത് അറബിയിൽ തന്നെ ചെയ്തിരിക്കണം. തക്ബീറത്തുൽ ഇഹ്റാമും മറ്റ് തക്ബീറുകളും അതേപോലെ മറ്റ് ദിക്റുകളും അതൊക്കെ എന്താണോ ലഫ്ദ് പഠിപ്പിച്ചത് അത് അങ്ങനെ തന്നെ ചൊല്ലുകയാണ് വേണ്ടത്. لأن هذا هو الوارد في السنة, കാരണം ഇതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ولأن التكبير والتسميع وسائر أذكار الصلاة باللغة العربية في حق من يحسنها, തക്ബീറത്തുൽ ഇഹ്റാമും തക്ബീറുകളും സമീഅല്ലാഹു ലിമൻ ഹമിദയും ദിക്റുകളുമെല്ലാം അറബിയിൽ ചൊല്ലുക എന്നതാണ് അസ്ലമു മിൻ അൻ യുഖ്തിഅ ഫി തർജുമ, പരിഭാഷയിൽ തെറ്റുവരാൻ സാധ്യതയുണ്ട്. അവിടെ ഏറ്റവും സുരക്ഷിതമായത് നബി തങ്ങൾ പഠിപ്പിച്ച ആ വാക്ക് അങ്ങനെ തന്നെ പറയാം. അതിന് അർത്ഥം പറഞ്ഞാൽ ചിലപ്പോൾ നബി ഉദ്ദേശിച്ചത് കൈക്കോളുന്നില്ല, അർത്ഥത്തിന് വരുന്നത് മാറ്റം വരാനൊക്കെ സാധ്യതയുണ്ട്. വലിഅന്ന നുത്ഖൽ അറബിയ്യി ബിഗൈരിൽ അറബിയ്യതി, മറ്റൊരു കാരണം അറബി ആയ ഒരാൾ അറബി അല്ലാത്ത പറയുക എന്നുള്ളത് തശബ്ബുഹും ബിൽ അആജിമി, അജമികളോട് സാദൃശ്യപ്പെടലാണ്, അനറബികളോട് സാദൃശ്യപ്പെടലാണ്. വഹുവ മൻഹിയ്യുൻ അൻഹു, അത് പൊതുവെ വിലക്കപ്പെട്ട കാര്യമാണ്. മുസ്ലിമീങ്ങൾ അല്ലാത്തവരോട് സാദൃശ്യപ്പെടുക, അറബികൾ അനറബികളോട് സാദൃശ്യപ്പെടുക, അത് പൊതുവെ വിലക്കപ്പെട്ട കാര്യമാണ്. വേഷത്തിൽ, സംസ്കാരത്തിൽ, ഭാഷയിൽ ഒക്കെ അത് പൊതുവായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മുറഹത്താവൊക്കെ മുമ്പ് പ്രഖ്യാപിച്ച് കാണാൻ പറ്റും, മറ്റുള്ള സംസ്കാരം കടമെടുക്കാൻ പാടില്ല, മറ്റുള്ള ഭാഷ കടമെടുക്കാൻ പാടില്ല എന്നൊക്കെ പൊതുവായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ തത്വപ്രകാരവും അറബിയിലാണിതൊക്കെ
നിർവഹിക്കേണ്ടത്. വഅലൈഹി, ഇത് പ്രകാരം, ഈ പറഞ്ഞ നിയമപ്രകാരം, ഫമൻ ഖറഅൽ ഖുർആന, വല്ലവനും ഖുർആൻ ഓതി, ബിലുഗത്തിൻ ഗൈരിൽ അറബിയ്യ, അറബി അല്ലാത്തൊരു ഭാഷയിൽ ഒരു ഖുർആൻ ഓതി എങ്കിൽ ലം തസിഹ സ്വലാത്തുഹു, നമസ്കാരം സ്വഹിയാവുകയില്ല. വഹാദാ ഖൗലു അഅമ്മത്തി അഹ്ലിൽ ഇൽമി, ഇത് ആണ് പൊതുവായി പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇതാകുന്നു. അബൂ ഹനീഫ ഇമാമിന് മാത്രമാണ് ഇതിൽ വേറിട്ട അഭിപ്രായമുള്ളത്. ഹനഫി മദ്ഹബുകാർക്ക് മൊത്തമല്ല, അബൂ ഹനീഫ ഇമാമിന് മാത്രം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരായ ഖാദി അബൂ യൂസുഫും അതേപോലെ ഹസൻ ഷൈബാനിയും ആ രണ്ടുപേരും പോലും അബൂ ഹനീഫക്കെതിരാണ് ആ വിഷയത്തിൽ. അബൂ ഹനീഫ ഇമാം മാത്രം അവിടെ ചില അഭിപ്രായങ്ങൾ അതിനപ്പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒമൻ അത്താമിന അറബി ഔ ഗൈരിഹിം, ഒരു അറബിയായ ഒരാൾ അല്ലെങ്കിൽ അല്ലാത്തൊരാൾ, മിമ്മൻ യുജീദുൽ അറബിയ്യ, അറബിയിൽ പറയാൻ കഴിയുന്ന ഒരാൾ അയാൾ നിർവഹിച്ചു, ബിത്തക്ബീർ ഔ ബിഗൈരിഹി മിൻ അദ്കാരി സ്വലാത്ത്, തക്ബീറോ നിസ്കാരത്തെ മറ്റു ദിക്റുകളോ, ഒക്കെ ബിഗൈരിൽ അറബിയ്യ, അറബി അല്ലാത്ത ഭാഷകൾ നിർവഹിച്ചു, മഅഖൂദത്തിഹി അലൈഹ, അവന് ചൊല്ലാൻ കഴിഞ്ഞിട്ടും, അവന് അറബി ചൊല്ലാൻ കഴിയും, എന്നിട്ടും അറബി അല്ലാത്തൊരു ഭാഷയിൽ ഒരു ദിക്ർ അവൻ കൊണ്ടുവന്നു എങ്കിൽ ഫഅഖല്ലു അഹ്വാനിഹി അൻ യകുന ഫഅല അംറൻ മക്റൂഹ, ചുരുങ്ങിയ പക്ഷം അയാൾ മക്റൂഹ് ചെയ്തു എന്നെങ്കിലും പറയാം. എന്നാൽ അതോടൊപ്പം യുൻകിസു അജ്റ സ്വലാത്തിഹി, നിസ്കാരത്തിൻ്റെ പ്രതിഫലം കുറയുകയും ചെയ്യും. അതായത് അഖല്ലു അഹ്വാൻ പറയാൻ കാരണം നിസ്കാരം ബാത്തിലാകുമെന്ന് പറഞ്ഞവരുണ്ട്, ഹറാമാണ് പറഞ്ഞവരുണ്ട്, കറാഹത്തേ ഉള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഖല്ലു അഹ്വാനിഹി, ഏറ്റവും ചുരുങ്ങിയ പക്ഷം അത് കറാഹത്താണ്, ബാക്കിയുള്ളതൊക്കെ മേപ്പെട്ടാണ്. ചിലർ ഹറാമാന്ന് പറഞ്ഞു, ചിലർ ബാത്തിലാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. താഴെ നമ്മൾ 2 കാണാം. വൽ ഖൗലു ബി ബുത്ലാനി സ്വലാത്തിഹി, നിസ്കാരം ബാത്തിലാകുമെന്ന അഭിപ്രായം അത് ഫീഹി നദറുൻ, അതൊന്നുകൂടെ പരിശോധന വിധേയമാക്കേണ്ടുന്ന അഭിപ്രായമാകുന്നു എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പം ഇത് പ്രകാരം എല്ലാം അറബിയിലാവണം, നിസ്കാരത്തിൻ്റെ ഭാഷ അറബിയാണ്. എന്നാൽ ഒരാൾക്ക് അറബി അറിയില്ല, ഒരാൾ ഇസ്ലാമിലേക്ക് ഇപ്പോൾ വന്നതാണ്, ഇസ്ലാമിലേക്ക് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, അടുത്ത വക്താവ് നിസ്കരിക്കണമല്ലോ, ഫാത്തിഹ പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, തക്ബീർ പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, അങ്ങനത്തെ ആളുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ അറബി ജീവിതത്തിൽ അയാൾ കേട്ടിട്ടും പറഞ്ഞിട്ടും പഠിച്ചിട്ടുമില്ല, അങ്ങനത്തെ ആളുകൾ ഉണ്ടാവാം. അതൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞതിൽ നിന്ന് ഒഴിവാക്കപ്പെടും. മൻ അജസ അൻ തഅല്ലുമി അദ്കാരി സ്വലാത്തി ബിൽ അറബിയ്യ, അറബിയിൽ നിസ്കാരത്തിലെ ദിക്റുകൾ പഠിക്കാൻ കഴിയാതെ പോയ ഒരാൾ, അയാൾക്ക് സ്പെഷ്യൽ കേസാണ്. അത് നിയമമല്ല, നിയമം ഇതാണ്, അറബിയിലാവണം. മറ്റ് നിയമത്തിൽ നിന്നുള്ള ഇളവാണ്, അയാൾക്ക് ഇളവ് നൽകപ്പെടുകയാണ്. ഫൈനഹു യുകബ്ബിറു ബിലുഗത്തിഹി, അയാൾ അയാളുടെ ഭാഷയിൽ തക്ബീർ ചൊല്ലട്ടെ, പക്ഷെ അയാൾ എത്രയും വേഗം അറബി പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാലോ അറബിക്ക് മാറുകയും വേണം. അതുവരെ ഉള്ള ഗ്യാപ്പിൽ അയാൾക്ക് പക്ഷെ അറബി പറഞ്ഞെടുത്തു, അയാൾക്ക് എത്രയായിട്ടുണ്ട് അവിടെ വഴങ്ങണില്ല, പറയാൻ കഴിയുന്നില്ല. അപ്പം നിസ്കാരം സമയമായി ചെയ്തു, എന്നാൽ ശരി ഒരു കാര്യം ചെയ്യാം, അള്ളാഹു വലിയവനാകുന്നു എന്ന് പറഞ്ഞ് ഇതൊക്കെ ചൊല്ലിയിട്ട് തുടങ്ങിക്കോ എന്ന് പറയാം, അതിന് വിരോധമില്ല. വഹാദ ഖൗലു ആമ്മത്തി അഹ്ലിൽ ഇൽമി, ഇതാണ് പൊതുവെ പണ്ഡിതന്മാരുടെ പൊതുവായ അഭിപ്രായം. വമിസ്ലുഹു, അതുപോലെ തന്നെയാണ് മൻ ബിഹി ലക്ന ഔ ലം യസ്തതി നുത്ഖ ബിഹാ ഇല്ലാ മഅ വജൂദി തഹരീഫിൻ ഫീഹാ, അയാൾക്ക് എന്തെങ്കിലും ഒക്കെ സംസാരത്തിൽ ഒരു പ്രയാസമുള്ള ആൾ, അല്ലെങ്കിൽ അറബികൾ പറഞ്ഞാൽ ചില അക്ഷരം മാറിയേ പറയാൻ കഴിയുള്ളൂ, അയാൾക്ക് പറയുമ്പോൾ ഒരിക്കലും ചിലത് കിട്ടുന്നില്ല. അപ്പം അത് പറഞ്ഞാൽ വേറെ അക്ഷരം വരും, അപ്പം അർത്ഥം മാറും. അങ്ങനെയൊക്കെയുള്ള ആൾ അതും ഇതുപോലെ തന്നെയാകുന്നു. കാരണം അവിടെ അർത്ഥം തന്നെ മാറുകയാണ്. അറബി ആകുമ്പോൾ നേരെ ആശയം മാറും. നേരത്തെ അറബിയിലത്തെ ഭാഷയും പറയാലോ, ചിലപ്പോൾ ഒറിജിനൽ ആശയം പറയാൻ പറ്റുകയും ചെയ്യും. അതൊക്കെ ഇളവുള്ളതാണ്. ഫൈനഹു യഫ്അലു മാ യസ്തതിഉഹു, അപ്പം അയാൾക്ക് കഴിയുന്നത് എന്താണോ അത് അയാൾ ചെയ്യുക. ലിഖൗലിഹി തആല ഫത്തഖുല്ലാഹ മസ്തതഅ്തും, അല്ലാഹു പറഞ്ഞു കഴിവിൻ്റെ പരമാവധി അല്ലാഹുവിനെ സൂക്ഷിക്കാൻ, അതാണ് അപ്പുറം എടുക്കുക. അപ്പം അയാൾക്ക് ഒരു വക്ത് അങ്ങനെ നിസ്കരിക്കേണ്ടി വന്നു, അത് നിസ്കരിക്കുക. രണ്ടാമത്തെ വക്താകുമ്പോഴേക്കും അത് പറഞ്ഞ് ശീലിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ, അത് ചെയ്യണം. ഇന്ന് രണ്ടാമത്തെ കാലത്ത് ഞാൻ രണ്ടാമത്തെ കാലത്തും കൂടി ചെയ്യേണ്ടി വന്നു, അതും കൂടി ചെയ്യാം. മൂന്നാമത്തെ വക്തെത്തുമ്പോഴേക്ക് അറബി പഠിക്കണം, അതാണ് അതിലുള്ളത്. ഇത്തരം അസ്ലിയായ ദിക്റുകളൊക്കെ. ഇനി മറ്റൊരു കാര്യം, മുബല്ലിഗ്, ഇമാമിന്റെ ശബ്ദം പിന്നേക്ക് കേൾക്കുന്നില്ലെങ്കിൽ ഒരാൾക്കത് ഏറ്റെടുത്തിട്ട് പറയുന്ന കാര്യം.
അല്ല, ഖുത്ബക്കതല്ല. ഖുത്ബയും നിസ്കാരം ഒരുപോലെയല്ല ഈ വിഷയത്തിലൊന്നും. കാരണം ഖുത്ബ ജനങ്ങളോടാണ്, നിസ്കാരം അള്ളാഹിനോടാണ്. അതുണ്ട്. ഒരാളിപ്പോൾ അവിടെ വന്ന എല്ലാവർക്കും അറബി അറിയാം, ഖത്തീബിനും അറബി അറിയാം, കേൾക്കുന്നവർക്ക് അറബി അറിയാം, അറബി പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ഒരേപോലെ മനസ്സിലാവും എങ്കിലും അവിടെ അറബിക്കാണ് മുൻതൂക്കം, സംശയമൊന്നുമില്ല. ഇസ്ലാമിലെ ഷിആറാണ് അറബി ഭാഷ. ഖുർആന്റെ ഭാഷ അറബി ഭാഷ, ഹദീസിന്റെ ഭാഷ അറബി, പണ്ഡിതന്മാരുടെ ഭാഷ അറബി, ഇസ്ലാമിന്റെ ഷിആറാണ് അറബി ഭാഷ. അതുകൊണ്ട് തന്നെ അറബി ഭാഷയ്ക്ക് എന്തായാലും മറ്റു ഭാഷയ്ക്കില്ലാത്ത ഒരുപാട് സവിശേഷതകൾ ഉണ്ട്, സംശയമൊന്നുമില്ല. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് പറഞ്ഞ് കാണാം, അറബി ഭാഷയാണ് അസ്ലി. ഇതിലൊക്കെ ഇസ്ലാമിലെ എല്ലാ കാര്യവും അറബിയിലാണല്ലോ. ഖുർആൻ അറബിയിലാണ്, ഹദീസ് അറബിയിലാണ്, എഴുതപ്പെട്ട കിതാബുകളൊക്കെ അറബിയിലാണ്, നിസ്കാരം അറബിയാണ്. അവിടെ അസ്ല അറബിയാണ്. ഇതാ ഖുത്ബയിൽ നബിയുടെ ഭാഷ അറബി എന്നൊരു അസ്ലുണ്ട്. ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്നൊരു അസ്ലും അതിൻ്റെ കൂടെ ഉണ്ട്. നബിയുടെ ഖുത്ബ എന്താണ്? ജനങ്ങളെ ഉത്ബോധിപ്പിക്കലാണ്. അപ്പോൾ അറബി ഭാഷ നബി ഖുത്ബ നിർവഹിച്ചു, എന്നിട്ട് ജനങ്ങൾ ഉത്ബോധിപ്പിച്ചു. ഇവിടെ അറബി എടുത്താൽ ഉത്ബോധനമില്ല, ഉത്ബോധനം എടുത്താൽ അറബിയുമില്ല. രണ്ടും ഒന്നിച്ച് കിട്ടാൻ വഴിയുണ്ടോ? അതാണ് മുൻതൂക്കം. അറബി നടത്തുകയും ആൾക്ക് ഉത്ബോധനം ലഭിക്കുകയും ചെയ്യും എങ്കിൽ അതാണ് മുന്തിക്കേണ്ടത്. ഇനി അറബി നടത്തിയാൽ ആൾക്കൊന്നും മനസ്സിലാവില്ല, ഉത്ബോധനം കിട്ടൂല. ഉത്ബോധനം കിട്ടുന്ന തീരുമാനിച്ചാലോ അറബി നടത്താൻ പറ്റൂല. എങ്കിൽ ഏതിനെ മുന്തിക്കണം? അപ്പം കൂടുതൽ മസ്ലഹത്ത് നിലയ്ക്ക് അവരെ ഉത്ബോധിപ്പിക്കുക എന്ന ഭാഗത്ത് മുന്തിക്കണം. കാരണം നബിയുടെ ഖുത്ബയെ പറ്റി പറഞ്ഞപ്പോൾ യഖ്റഉൽ ഖുർആൻ വയുദക്കിറുന്നാസ് എന്നാ പറഞ്ഞത്. നബി ഞങ്ങൾ ഖുർആൻ ഓതി ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമായിരുന്നു. അപ്പം അവിടെ ഭാഷയുടെ പേരിലല്ല നമ്മൾ തർജീഹ് കൊടുക്കേണ്ടത്, പ്രാമുഖ്യം നൽകേണ്ടത്. അവിടെ ആളുകൾക്ക് ഉത്ബോധനം കിട്ടുക എന്നതിനാണ് പ്രാമുഖ്യം എന്നാണ്. വിദേത്താവില്ല, വിദേത്താവില്ല. നിസ്കാരം ശരിയാവും, ജുമാ ശരിയാവും. പക്ഷെ ഖുത്ബ എന്ന് നിശ്ചയിക്കപ്പെട്ടുവോ ആ ലക്ഷ്യം നേടാതെ പോകും. ഖുത്ബ നിശ്ചയിച്ച ലക്ഷ്യമുണ്ടല്ലോ. എല്ലാ മുസ്ലിമുകളും വെള്ളിയാഴ്ച പള്ളിയിൽ കൊണ്ടുവന്നിട്ട് അവരിലേക്ക് തിരിഞ്ഞു നിന്ന് അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ഉത്ബോധനം നൽകുമ്പോൾ അതിന് ലക്ഷ്യമുണ്ട് ഇസ്ലാമിന്. ആ ലക്ഷ്യം നടക്കൂല അറബിയിലായി കഴിഞ്ഞാൽ. അത് മാത്രമല്ല, നിസ്കാരം സ്വയ്യാവൊക്കെ ചെയ്യും, അതിന് പ്രശ്നമൊന്നുമില്ല. ഇനി യംബഗി ഇൻദ അദ്മി സമാഇ ബഅദിൽ മഅ്മൂമീന സൗതൽ ഇമാം, ഇമാമിന്റെ ശബ്ദം മഅ്മൂമികൾ ചിലർക്ക് കേൾക്കുന്നില്ല എങ്കിൽ അവിടെ അനിവാര്യമാണ് അൻ യഖൂം ഔ ഇൻദ ഇഹ്തിമാൽ ദാലിക, അല്ലെങ്കിൽ അങ്ങനെ സാധ്യതയുണ്ട്. ഒന്നും കേൾക്കുന്നില്ല തീരെ, വലിയൊരു പള്ളിയാണ്, മൈക്കൊന്നുമില്ല, കറണ്ട് പോയി, മൈക്ക് ഓഫായി, ഇമാം എന്ന് പറഞ്ഞാൽ ആകെ 4 സഫക്ക് എത്തും, അതിന് അപ്പുറത്ത് കേൾക്കുക ഉറപ്പാണ്. അല്ലെങ്കിൽ ഉറപ്പില്ല, പക്ഷെ കേൾക്കാതിരിക്കാൻ സാധ്യതയുണ്ട് എങ്കിലൊക്കെ അൻ യഖൂമ ബഅദുൽ മഅ്മൂമീന ബിത്തബ്ലീഗി ബഅദൽ ഇമാം, ചില മഅ്മൂമികൾ ചിലർ ഇമാം പറഞ്ഞതിന് ശേഷം അത് ഏറ്റുപറഞ്ഞുകൊണ്ട് മഅ്മൂമികൾക്ക് എത്തിച്ചു കൊടുക്കൽ നിർവഹിക്കണം എന്നാണ്. നമ്മൾ അറബിലൊക്കെ പോയാൽ നമുക്ക് എപ്പോഴും കാണാം. കാരണം അവിടെ വിശാലമായ പള്ളി, ഒരുപാട് ചിലപ്പോൾ പള്ളിക്ക് പുറത്തും റോട്ടുമിലൊക്കെ ആൾ നിസ്കരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇമാമിൻ്റെ ശബ്ദം അവിടേക്കൊന്നും എത്തിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മുബലിഗ് പറ്റും. എത്തുന്നുണ്ടെങ്കിലോ ആ മുബലിഗ് ആവശ്യമില്ല, പറ്റൂല എന്നാണ്, കറാഹത്താണ്. ചില ഇമാമിങ്ങൾ പതുക്കെ പറയും, ചില ഇമാമിങ്ങൾ ശബ്ദം മതിയാവും, മുബലിഗ് ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ മുബലിഗ് നമുക്ക് ശല്യമായി മാറുന്ന സമയം വരെ ചിലപ്പോൾ നമുക്ക് കാണാം, അത് പറ്റില്ല തന്നെയാണ്. ലിമാ റവൽ ബുഖാരി വ മുസ്ലിം അൻ ആയിഷത ഖാല, ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്. ഖാലത്ത്, അവരെ പറഞ്ഞു, ലമ്മാ മരിദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി ആയപ്പോൾ, മറദഹു അല്ലദീ മാത ഫീഹി, നബി വഫാത്തായ ആ രോഗം, ഏത് രോഗത്തിലാണ് വഫാത്തായത് ആ രോഗിയായി കിടന്ന സമയത്ത് അതാഹു ബിലാലുൻ യുഅദ്ദിനുഹു ബിസ്സലാ, ബിലാലുൽ മുഅദ്ദിൻ വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, നബിയെ ബാങ്കിന് ഇഖാമത്ത് വിളിക്കട്ടെ എന്ന് ചോദിച്ചു. നബിയാണ് ഇമാമക്കത്. അപ്പം നബി സുഖമില്ലാതെ അവിടെ കിടക്കുകയാണ്. ആ ബിലാൽ വന്ന് ചോദിച്ചു, നബിയെ നിസ്കരിക്കാൻ സമയമായി, എന്താ വേണ്ടി, ഇഖാമത്ത് വിളിക്കണോ? ഫഖാൽ, അപ്പം നബി ഞങ്ങൾ പറഞ്ഞു, മുറു അബാ ബക്കറിൻ ഫൽയുസല്ലി, അബൂബക്കറിനോട് ഇമാമക്കാൻ കൽപ്പിക്കൂ എന്ന് പറഞ്ഞു. കാരണം നബിക്ക് ഇമാമക്കാൻ പറ്റുന്നൊരു സാഹചര്യം എടുക്കാൻ കഴിഞ്ഞാൽ നബിക്ക് ബോധക്ഷയമാണ്, ഇടയ്ക്ക് തെളിയും ഇടയ്ക്ക് ബോധം പോകും, അതാണ് നബിൻ്റെ അവസ്ഥ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖിനോട് പറയൂ അദ്ദേഹം ഇമാമ നിൽക്കട്ടെ. അതിന് വേറൊരു സൂചന കൂടി ഉണ്ടായിരുന്നു, നബിയുടെ സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യൻ
അബൂബക്കർ സിദ്ദീഖാണ് എന്നൊരു പാഠം. നബി വഫാത്തായാൽ ഖലീഫയാകേണ്ട അബൂബക്കറാണ് എന്നൊരു പാഠം കൂടി അതിലുണ്ടായിരുന്നു എന്നാണ് സഹീദവരൊക്കെ പറയുന്നത്. ഖുൽതു ഐഷവി പറയാണ്, അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന അബൂബക്കർ റജുലുൻ അസ്യഫ് ഇൻ യഖും മഖാമക യബ്കി ഫലാ യഖ്ദിറു അല ഖിറാഅ. നബിയെ വാപ്പാനെ നിങ്ങൾ ഏൽപ്പിക്കണ്ട. വാപ്പ വളരെ ലോല മനസ്സുള്ള മനുഷ്യനാണ്. നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് വാപ്പ നിന്നാൽ വാപ്പ കരയും. അതുകൊണ്ട് വാപ്പാക്ക് ഖിറാഅത്ത് നിർവഹിക്കാൻ കഴിയില്ല. നിങ്ങൾ വേണ്ടായിക്കൊണ്ട് ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ വാപ്പാക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാപ്പ കരയും. അതുകൊണ്ട് വാപ്പാക്ക് ഓതാൻ കഴിയില്ല നബിയെ എന്ന് ഞാൻ നബിയോട് പറഞ്ഞു. ഫഖാൽ, അപ്പം നബി പറഞ്ഞു, മുറു അബാ ബക്രിൻ ഫൽയുസല്ലി. അബൂബക്കറിനോട് പറയൂ അദ്ദേഹം ഇമാമക്കട്ടെ എന്ന്. ഫഖുൽതു മിസ്, അപ്പം ഞാൻ പിന്നെയും പറഞ്ഞു, നബിയെ വാപ്പ കഴിയൂല, നിങ്ങൾ വേറെ ആള് പറഞ്ഞ ആളെയാണ്. ഫഖാല ഫി സാലിസ അവി റാബിഅ, 3 പ്രാവശ്യം ഞാനിത് പറഞ്ഞു നബിയെ വാപ്പാനെ ഏൽപ്പിക്കണ്ടെന്ന്. അപ്പോഴൊക്കെ നബി ഇത് പറയും. 3ാമത് ഞാൻ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 4ാമത് ഞാനിത് പറഞ്ഞപ്പോൾ, ഖാല, അപ്പം നബി ഞങ്ങൾ പറഞ്ഞു, ഇന്ന കുന്ന സവാഹിബു യൂസുഫ, നിങ്ങൾ ഞാനല്ലോ യൂസുഫിനെയും പറഞ്ഞ് പഠിപ്പിച്ച ആള്. അതുകൊണ്ട് മുറു അബാ ബക്രിൻ ഫൽയുസല്ലി, അബൂബക്കറിനോട് കൽപ്പിക്കൂ അദ്ദേഹം ഇമാമക്കട്ടെ. അപ്പം എന്തായാലും തനിക്ക് പകരം നിൽക്കാൻ പറ്റിയത് അബൂബക്കർ സിദ്ദീഖ് തന്നെയാണ്. അതിന് ആരെന്ത് മുടന്ത ന്യായം പറഞ്ഞാലും അതൊന്നും സ്വീകാര്യമല്ല എന്നൊരു പാഠം ആ സമയത്ത് നബിയുടെ പകർന്നു നൽകുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഷിയാക്കൾ പറഞ്ഞത്, അബൂബക്കർ സിദ്ദീഖ് അല്ല ഖലീഫ ആകേണ്ടത്, അലിയായിരുന്നു ഖലീഫ ആകേണ്ടത്, ആ ഖിലാഫത്ത് ഏൽക്കുക വഴി അബൂബക്കർ കാഫിറായി പോയി എന്ന് പറഞ്ഞത് ഈ സംഭവത്തെ പറ്റിയാണ്. ഫസല്ല, അതായത് അതിപ്പോൾ ഐഷബി അഭിപ്രായം പറഞ്ഞതാണ്. പക്ഷേ ആ ഇടപെടൽ നബിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഐഷബി ന്യായമായി ഇപ്പോൾ ശരിയാണ്, സിദ്ദീഖ് നിൽക്കാൻ കഴിയില്ല. നബി അവിടെ ഉണ്ടാകുമ്പോൾ സിദ്ദീഖ് ആ സ്ഥാനത്ത് ഒരിക്കലും ആ നിസ്കാരത്തിൽ ഉണ്ടായും ചെയ്തു. നിസ്കാരം നടക്കണമെങ്കിൽ നബി വന്നു, സിദ്ദീഖ് പിന്നേക്ക് മാറുകയത്, അവിടെ നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. ഐഷബീന് ആ വീക്ഷണം ശരിയാണ്. പക്ഷേ ഇമാമത്തിൽ നിന്ന് മാറ്റി നിർത്താൻ അത് ന്യായമല്ല. അവർ പറഞ്ഞത് ശരിയാണ്, അവർ ലോല മനസ്സാണ്, കരയും, ചിലപ്പോൾ ഖിറാഅത്ത് പൂർത്തിയാക്കും, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇമാമത്തിൽ നിന്ന് മാറ്റി വേറെ ആളെ സിദ്ദീഖ് ഉണ്ടാകുമ്പോൾ അതിന് മേലെ നിർത്താൻ ഒരാൾക്ക് വകുപ്പില്ല. സിദ്ദീഖ് ഇല്ലെങ്കിൽ അടുത്ത നിർത്താം. സിദ്ദീഖ് ഉണ്ടായിരിക്കെ അദ്ദേഹം ബാക്കിൽ നിന്നുകൊണ്ട് മുമ്പ് കയറിയിരിക്കാൻ മാത്രം പെടാരും ആയിട്ടില്ല എന്ന പാഠമാണ് നബി ഇവിടെ പഠിപ്പിച്ചത്. അങ്ങനെ ഫസല്ല, അദ്ദേഹം നിസ്കരിച്ചു. അദ്ദേഹം വന്നു, ഇമാം വന്നു, വഖറജൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ച് കഴിഞ്ഞപ്പോൾ നബി ഒരു ആശ്വാസം തോന്നി, നിസ്കാരം തുടങ്ങി, ഖിറാഅത്ത് തുടങ്ങി, നബിക്ക് ഇങ്ങനെ ഒരു ആശ്വാസം. അപ്പം നബി വല്ല ഇറങ്ങി. യുഹാദ ബൈന റജുലൈനി, 2 ആളുകൾ തോളിൽ കൈയിട്ടുകൊണ്ട് നബി ഇങ്ങനെ വെല്ലണ്ട് പോന്നു. 2 ആളെ തോള് പിടിച്ചിട്ട് നബി ഇങ്ങനെ വന്നു. കഅന്നി അൻദുറു ഇലൈഹി യഖുത്തു ബിരിജ്ലൈഹിൽ അർള. ഐഷ ബി പറയാണ്, നബി ഇങ്ങനെ 2 ആളെ തോളിൽ കൈയിട്ടുകൊണ്ട് പള്ളിയിൽ ഇങ്ങനെ പോകുമ്പോൾ നബിൻ്റെ കാലുകൾ ആ മണലിങ്ങനെ വരച്ചുകൊണ്ട് പോണത് ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിക്കാണുന്ന പോലെ ഉണ്ട്. നടന്നു പോകാൻ വയ്യ, കാലുകൾ എടുത്ത് വെച്ച് നടന്നു പോകാൻ കഴിയുന്നില്ല. 2 ആളെ തോളിൽ കൈയിട്ട് ഇങ്ങനെ കാല് വേച്ച് ഇങ്ങനെ പോകുമ്പോൾ ആ മണലിങ്ങനെ അതിൻ്റെ വര, നബിൻ്റെ കാലിങ്ങനെ വരച്ചു പോയ ഒരു വര ഇപ്പോഴും ഞാനിങ്ങനെ നോക്കിക്കാണുന്ന പോലെ ഉണ്ട്. ഫലമ്മാ റആഹു അബൂബക്കർ, അങ്ങനെ നബി ഇങ്ങനെ കയറി വന്നപ്പോൾ സിദ്ദീഖ് ഇമാമക്കാണല്ലോ, നബി നേരെ അവിടെ നിന്ന് കിടക്കാണ്. ഇത് കണ്ടപ്പോൾ നബി സിദ്ദീഖ് പിന്നേക്ക് മാറാൻ ഒരുങ്ങി. നബിന് വന്നാൽ പിന്നെ അവിടെ നബിൻ്റെ മുമ്പിൽ സിദ്ദീഖ് നിൽക്കൂലല്ലോ, അപ്പം പിന്നേക്ക് മാറാൻ ഒരുങ്ങി. ഫഅശാറ ഇലൈഹി അൻ സ്വല്ലി, അപ്പം നബി ഇങ്ങനെ കൈയോട് കാണിച്ചു, അവിടെ നിന്നോ, പിന്നേക്ക് മാറണ്ട, അവിടെ നിന്നോന്ന് നബി ഇങ്ങനെ കാണിച്ചു. പക്ഷേ ഫതഅഖദ അബൂബക്കർ, സിദ്ദീഖ് പിന്നിക്കുന്നു. അത് നബി എന്ത് പറഞ്ഞാലും വേണ്ടില്ല, നബി ഇവിടെ ഉണ്ടാകുമ്പോൾ സിദ്ദീഖ് ഇമാമുക്കുക, നബി ഇമാമുക്കുക എന്നുള്ളത് അതേതായാലും പറ്റൂല. അദ്ദേഹം പിന്നിക്കാണ്ട് മാറി. ഫവഖഅദ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ജംബിഹി, അങ്ങനെ അബൂബക്കർ സിദ്ദീഖിന്റെ സൈഡിൽ വന്നിട്ട് നബി അവിടെ ഇരുന്നു. സിദ്ദീഖ് നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ സൈഡിൽ നബി ഇരുന്നു. വ അബൂബക്കറുൻ യുസ്മിഉൻ നാസ തക്ബീർ, നബി നിസ്കരിക്കുന്നു, നബിയുടെ തക്ബീർ സിദ്ദീഖ് ജനങ്ങളെ കേൾപ്പിക്കുന്നു. അപ്പം നബി അല്ലാഹു അക്ബർ മെല്ലെ പറയുള്ളൂ, സുഖമല്ലോ. സിദ്ദീഖ് അത് ഏറ്റുകൊണ്ട് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് പറയും. അപ്പോൾ ആളുകൾ കേൾക്കുന്നത് സിദ്ദീഖ് നിസ്കാരമാണ്. സിദ്ദീഖ് നിസ്കരിക്കണതോ നബിയുടെ നിസ്കാരം അനുസരിച്ചാണ്. അപ്പം ഇതിനെന്ത് മനസ്സിലായി? ഇമാമിൻ്റെ തക്ബീർ കേൾക്കൂലെങ്കിൽ കേൾപ്പിക്കാൻ ഒരാൾക്ക് പറ്റും. ഒരുപാട് പാഠം ഈ ഹദീസിലുണ്ട്.
ഒന്ന് സിദ്ദീഖുള്ളാഹിന്റെ മഹത്വം ഏറ്റവും വലുതന്നെയാണ്. സിദ്ദീഖുള്ളാഹിന്റെ മഹത്വമാണിത് വിളിച്ചറിയിക്കുന്നത്. അതിന് എന്ത് ന്യായം പറഞ്ഞാലും അത് കുറച്ച് കാണിക്കാൻ പറ്റുകയില്ല. രണ്ട് ഫാദിലായ ശ്രേഷ്ഠമായ ഒരാളുണ്ടെങ്കിൽ അവരാണ് ഇമാമിക്കേണ്ടത്. ശ്രേഷ്ഠത കുറഞ്ഞ ആളല്ല. റാത്തിബായി ഇമാമാണെങ്കിൽ വേറെ, നിശ്ചയിക്കപ്പെട്ട പെർമനൻ്റായി ഇമാമാണെങ്കിൽ എത്ര വലിയ ആൾ വന്നാലും അധികാരം ഇമാമിനാണ്. ഇമാമ് സമ്മതം കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. അതേപോലെ ഒരാൾ വീട്ടിൽ പോയാലും, ഒരാൾ വീട്ടിൽ ചെന്നാൽ നമ്മൾ എത്ര വലിയ ആളായിക്കോട്ടെ, ഒരാളെ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ വീട്ടുകാരനായി ഇമാമിക്കേണ്ടത്. അല്ലെങ്കിൽ അയാൾ പറയണം നിങ്ങൾ നിൽക്കിയെന്ന് പറയണം. അല്ലെ നമ്മൾ വലിയ ഉസ്താദല്ലേ അവിടെ പോയി ഞാൻ നിൽക്കാനുള്ളത് എന്ന് വിചാരിച്ച് അവിടെ പോയി കയറിക്കാൻ പറ്റില്ല. അത് അയാളെ അധികാര സ്ഥലമാണ് അയാളെ വീട്. ഇമാമിന് അധികാരപ്പെട്ടതാണ് പള്ളിയിലെ മെഹ്റാബ്. ആ അധികാരമുള്ള ഏൽപ്പിക്കണം എന്നാൽ പറ്റും. അല്ലാത്തടത്ത് ഒരു ടീം ഒന്ന് നിസ്കരിക്കാൻ വന്നു, കൂട്ടത്തിൽ ദീൻ കൂടുതൽ അറിയുന്ന ഒരാളുണ്ട്, അദ്ദേഹമാണ് ഇമാമിക്കേണ്ടത്. അവിടെ ഖിറാഅത്തിന്റെ സൗണ്ട് നോക്കിയിട്ടോ ഒന്നല്ല ഇമാമിനെ സെലക്ട് ചെയ്യേണ്ടത്. അവിടെ ആരാണോ കൂടുതൽ ഇൽമുള്ള ആൾ അവർ ഇമാമിക്കണം. നബി ഞങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചു ഫഅഖ്റഉഹും ലികിതാബില്ലാ, അള്ളാഹിന്റെ കിതാബിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ള ആളാരോ അവർ ഇമാമിക്കട്ടെ. ഞാൻ അതിലെല്ലാവരും ഒരുപോലെയാണ് എങ്കിൽ ഫഅഅലമുഹും ബിസുന്നത്തി റസൂലില്ലാ, ഹദീസിൽ കൂടുതൽ അവഗാഹം അതിലാർക്കാണോ എങ്കിലും ഓരക്കട്ടെ. ഖുർആനിൽ എല്ലാവരും ഒരേപോലെയാണ്, എല്ലാവരും ഹാഫിദീങ്ങളാണ്, എല്ലാവരും നല്ല പണ്ഡിതന്മാരാണ് എങ്കിൽ അവർക്കിടയിൽ ആരാണോ ഹദീസിന് പ്രാവീണ്യമുള്ള ആൾ പിന്നെ അവരെ മുന്തിക്കുക. അതിലും ഒരുപോലെയാണ് എങ്കിൽ ആരാണോ പ്രായം കൊണ്ട് മുതിർന്നത് അവരെ മുന്തിക്കുക. അവിടെ പ്രായമുള്ളൂ, അല്ലാത്തത് ഇപ്പോൾ പ്രായം ഉള്ള ആൾ ബാക്കിൽ നിൽക്കും, പ്രായം കുറഞ്ഞ ആൾ മുന്നിൽ നിൽക്കും. ഹാഫിദും അതിൻ്റെ അഹ്കാമും, ഹിഫ്ദ് മാത്രമല്ല ഖുർആൻ്റെ അഖ്റഉഹും ലികിതാബില്ലാ എന്നാണ്. അപ്പം അതിൻ്റെ ഇൽമു കൂടി അതിൽ ഉദ്ദേശിക്കപ്പെടും. അതിനെ പറ്റും. ആർക്കും ആവാം, ഇന്നാൾ അവിടെ നിന്നില്ല, മഅ്മൂമികൾ ആർക്കും അത് ഏറ്റെടുക്കാം. അത് ഒന്നുകിൽ നേരത്തെ സാധ്യത ഉണ്ടെങ്കിൽ ഒരാളെ ഏൽപ്പിക്കാം. ഇപ്പം ഇമാം നമുക്ക് അറിയാം, ഇമാം ശബ്ദമില്ല അല്ലെങ്കിൽ മൈക്കില്ല, വേണ്ടി വരും എങ്കിൽ ആദ്യമേ ഒരാളെ ഏൽപ്പിക്കാം. ഇല്ലെങ്കിൽ ആദ്യം ശരിയില്ല ഒരാൾക്ക് ഏറ്റെടുക്കാം. ചിലപ്പോൾ 2 3 ഏറ്റെടുക്കും, അപ്പോൾ ഒരാൾ മാറി കൊടുത്താൽ മതി. അതാണ് ഉണ്ടാവല്. ഇമാം ഇരുന്നിട്ട് മറ്റൊരു നിൽക്കാം, അതൊരു ഖിലാഫുള്ള മസലയാണ്. ആദ്യകാലത്ത് നബി തങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഇമാമിന് എതിരാകാൻ പാടില്ല, ഇമാമ് നിൽക്കുകയാണെങ്കിൽ നിൽക്കുക, ഇമാം ഇരിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞിരുന്നു ആദ്യകാലത്ത്. പക്ഷെ ഈ സംഭവം വന്നതോടുകൂടി ഇവിടെ ഇപ്പം സിദ്ദീഖ് നിൽക്കുന്നു, മഅ്മൂമികൾ നിൽക്കുന്നു, ഇമാമായ നബി ഇരിക്കുന്നു. അപ്പം ഇതാണ് ഇതിപ്പോൾ അവസാന കാലത്താണ്, നബി വഫാത്താകുന്ന തൊട്ട് മുമ്പത്തെ സംഭവമാണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഇമാം ഇബ്നു ഹജർ ഖലാഖി ഫത്ഹുൽ ബാരി പറഞ്ഞ് കാണാൻ പറ്റും ആ ഹുക്മ മൻസൂഖായി എന്ന് മനസ്സിലാക്കാം. ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു, ഇമാം ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ മഅ്മൂമികളും ഇരുന്ന് നിസ്കരിക്കുക. എന്നാൽ ഈ പ്രവൃത്തി കൊണ്ട് മനസ്സിലായി അത് അവസാന കാലത്ത് ആ ഹുക്മ മാറിയിട്ടുണ്ട്, ഇമാം ഇരിക്കുമ്പോഴും മഅ്മൂമിക്ക് നിൽക്കാം. പിന്നെ അതിൽ മറ്റൊരു ചർച്ച കൊണ്ടുവന്നത് ഈ നിസ്കാരം ആദ്യം മുതലേ ഇമാം ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും ഇരിക്കണം, അല്ല നിന്നുകൊണ്ട് ആരംഭിച്ച നിസ്കാരം ഇടയിൽ പിന്നെ ഇമാമിന് ഇരിക്കേണ്ടി വന്നു, ഇമാമൻ നിന്നു മഅ്മൂം തുടങ്ങി, കുറച്ച് പോയപ്പോൾ ഇമാമിന് ക്ഷീണം വന്നു, അപ്പോൾ ഇമാം ഇരുന്നു കൊണ്ടാണ് പിന്നെ പൂർത്തിയാക്കിയത് എങ്കിൽ മഅ്മൂമിന് ഇരിക്കേണ്ടതില്ല, നമുക്ക് നിൽക്കാം എന്നും അതിന് അഭിപ്രായം പറഞ്ഞവർ ഉണ്ട്. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഫത്ഹുൽ ബാരിയിലൊക്കെ വിശദമായ ചർച്ചയുണ്ട്. അതിൽ അവരൊക്കെ പ്രബലപ്പെടുത്തിയൊരു ഭാഗം കാണുന്നത് ഇതാണ്, ഇത് അവസാന കാലത്തെ ഹുക്മ ഇതാണ്. കാരണം ഇത് നബി വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന കാര്യമാണ്. ഇതിന് ശേഷം പിന്നെ ഇനി വേറെ ഈ വിഷയത്തിൽ ഒരു ഹുക്മ മാറ്റി വരാൻ മാത്രമുള്ള സമയമില്ല. അതുകൊണ്ട് ഇതാണ് അവസാനത്തെ ഹുക്മ. അതുകൊണ്ട് ഇമാം ഇരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, മഅ്മൂമിക്ക് നിൽക്കാം എന്നതാണ് ഫത്ഹുൽ ബാരിയിലൊക്കെ ബലപ്പെടുത്തിയ അഭിപ്രായം. അല്ലാഹു അഅലം പറഞ്ഞതാണ്. ഇത് ചെയ്ത ശേഷം ഇതൊരു ഒറ്റ ചെയ്തല്ലോ, ഒറ്റ ചെയ്ത നബി മാത്രം ചെയ്തല്ലോ, ഒരു ഔദ്യോഗികമായ ജമാഅത്തല്ലേ, ആ പാടില്ലെങ്കിൽ നബി പറയുമല്ലോ നിങ്ങളൊക്കെ ഇരിക്കുന്നു പറയുമല്ലോ, അതുണ്ടായിട്ടില്ല. വേറെന്തെങ്കിലും മനസ്സിലായില്ല? അത് കമ്മിറ്റിയുടെ ഇഷ്ടമല്ലേ, അത് കമ്മിറ്റിയുടെ ഇഷ്ടം. ഇമാമത്തെ ഏൽപ്പിച്ചാൽ ഇമാമത്തെ മാത്രം ഏൽപ്പിക്കാവുന്നില്ല. അത് നമ്മുടെ ഇമാമാണ്, ഇമാമ് എന്ന ബഹുമാനം വകച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇമാമിനെ കക്കൂസം കഴിയുക, ഇമാമെന്നെ എല്ലാം നോക്കുക എന്ന് പറഞ്ഞിട്ട് 2 ആളെ വെക്കാൻ മാത്രം പൈസ ഒന്നുമില്ല,
ഒരാൾ മതി എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ അന്ന് ബംഗാളിക്ക് ബംഗാളി എന്നിട്ട് ആ ഏർപ്പാട് പറ്റുന്നുള്ളൂ. ഇമാമാണ്. അപ്പം ഇമാമിന് കിട്ടേണ്ട ബഹുമാനം ആദരവൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം. അമ്മ ഇദാലം യകുൻ സമ്മ ഹാജ, എന്നാൽ അങ്ങനെ ഒരു മുബല്ലിഗിന്റെ ആവശ്യമില്ലെങ്കിൽ, ഇമാമിന്റെ സൗണ്ട് തന്നെ എല്ലാവരും കേൾക്കുന്നുണ്ട്, ഇത് നല്ല മൈക്കാണ്, ഒരു മുബല്ലിഗ് ആവശ്യമില്ല എങ്കിൽ ഫഇന്നഹു ലാ യുസ്തഹബ്ബു തബ്ലീഗ്, അപ്പം തബ്ലീഗ് സുന്നത്തില്ല. വഹാദാ മുജ്മഉൻ അലൈഹി, അത് ഇജ്മാ ഉള്ള കാര്യമാണ്. ലിഅദമി വുജൂദി മാ യദ്ഉ ഇലൈഹി, കാരണം എന്താ, അതിന് ഒരു പ്രേരിപ്പിക്കുന്ന ഒരു ആവശ്യവും ഇല്ല. പിന്നെ ഒരു മുബല്ലിഗ് അത് ആവശ്യമില്ല. ഇനി ഫൈൻ ബല്ലഗ മഅ്മൂമുൻ, ഇനി മഅ്മൂം അങ്ങനെ തബ്ലീഗ് നടത്തി മാ അദമിൽ ഹാജത്തി, ഒരു ആവശ്യവുമില്ലാതെ തന്നെ, ആർക്കും ആവശ്യമില്ല, പക്ഷെ ഇമാം ഓതി ബാക്കി ഒരാൾ ഓർക്കുക അതേപോലെ ഏറ്റുപറയുന്നു എങ്കിൽ കുരിഹ ലഹു ദാലിക, അത് കറാഹത്താണ്, ആ ചെയ്താക്കത് കറാഹത്താണ്. വലം തബ്തുൽ സ്വലാത്തുഹു, നിസ്കാരം ബാത്തിലാവുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്, നിസ്കാരം ബാത്തിലാവെന്ന് പറഞ്ഞവരുണ്ട്, പക്ഷേ ഇല്ല എന്നാണ് നമ്മുടെ മുസന്നിഫിന്റെ അഭിപ്രായം. ലിഅന്നൽ ഇസ്റാറ ഫി ഹഖ്ഖിൽ മഅ്മൂമി മുസ്തഹബ്ബുൻ, എന്തുകൊണ്ട് ബാത്തിലാവില്ല? മഅ്മൂം ചെയ്യേണ്ടത് പതുക്കെ ഓതുന്നതാണല്ലോ, അത് നിർബന്ധമാണോ സുന്നത്താണോ? സുന്നത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വാജിബല്ല, സുന്നത്താണ്. വലൈസ ബിവാജിബ്, വാജിബല്ല. അപ്പം സുന്നത്തുകൾ ഒഴിവാക്കിയതേ ഉള്ളൂ. മഅ്മൂം പതുക്കെ ഓതുക എന്ന് സുന്നത്താണ്. അപ്പം ഇയാളിപ്പോൾ ഉറക്കെ ഓതി, അപ്പം ആ സുന്നത്ത് അയാൾ ഒഴിവാക്കി, സുന്നത്തിനെതിരായിട്ട് ചെയ്തു, സുന്നത്തിനെതിരായി ചെയ്താൽ നിസ്കാരം ബാത്തിലാവൂല. വാജിബാണെങ്കിലോ വാജിബ് ഒഴിവാക്കിയ നിസ്കാരം ബാത്തിലാവും. ഇത് വാജിബല്ലല്ലോ. നേരത്തെ പറഞ്ഞു മമ്മൂന്ന് കുറച്ച് ഉറക്കെ ഓതിപ്പോയി, മറ്റൊരുക്കൊന്നും ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞല്ലോ, ആ വകുപ്പിലെ അപ്പത് വരികയുള്ളൂ. വലിഹാദ, ഇക്കാരണത്താൽ ഫഇന്നമാ യഹ്സുൽ ആന, ഇന്ന് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഫീ ബഅദി ബുൽദാനിൽ മുസ്ലിമീൻ, ചില മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത്, മിൻ തബ്ലീഗിൽ മുഅദ്ദിനി, മുഅദ്ദിന് മുബല്ലിഗായി നിൽക്കാം, ദൂന ഹാജത്തിൻ, ഒരു ആവശ്യവുമില്ലാതെ, അംറുൻ മക്റൂഹുൻ, അത് കറാഹത്തുള്ള കാര്യമാകുന്നു. യംബഗി തർക്കുഹു, അത് ഒഴിവാക്കൽ അനിവാര്യമാണ്. അതേ സ്വന്തം നബിയാണ് എഴുതുന്നത്, പക്ഷെ ഹറമിലുള്ളത് മക്റൂഹ് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞപ്പോൾ ഫിത്നയായിട്ട് മാറും. അത് അവിടെ ഉദയമായിട്ട് സർക്കാർ ഏൽപ്പിച്ചതാണല്ലോ, സർക്കാർ ഏൽപ്പിച്ച അവിടുത്തെ ഒരു സംവിധാനമാണല്ലോ, അതിനെതിരെ അദ്ദേഹം എതിച്ചു പോയാൽ ചിലപ്പോൾ കാലാകാലം ഫിത്നയായിട്ട് എടുക്കും. അപ്പം അത് പറയാതെ ചില മുസ്ലിം രാജ്യങ്ങളിൽ ഇത് പൊതുവായി പറഞ്ഞു, അതിനെ ആർക്കും സ്വീകരിക്കാം, അതാണ് ഇത് സൂക്ഷ്മത. അല്ലാഹു അഅലം. അപ്പോൾ അതൊരു ആ ഒരു ഭാഗം അവിടെ കഴിയുന്നു. അപ്പോൾ ഏതായാലും ഇമാം ഉറക്കെ ഓതണം, മഅ്മൂം പതുക്കെ ഓതണം, ഒറ്റ നിസ്കരിക്കുന്ന ആൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, രണ്ടുമാവാം എന്നാണ് അസ്ലിയായ നിയമം. ഇനി പതുക്കെ ഓതേണ്ട മഅ്മൂം ഒന്ന് ഉറക്കെ ഓതിപ്പോയാൽ നിസ്കാരത്തിന് കുഴപ്പമില്ല, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അയാൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി റഫ്ഉൽ യദൈൻ ഇൻദ തഹ്രീമ, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് കൈ ഉയർത്തൽ എന്നാണ് അൽ ഫസ്ലു സാലിസ്, മൂന്നാമത്തെ ഉപാധ്യായം. യുസ്തഹബ്ബു ലികുല്ലി മുസല്ലിൻ, നിസ്കരിക്കുന്ന എല്ലാവർക്കും സുന്നത്താണ്, ഇമാമാവട്ടെ മഅ്മൂമാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ ആരാണെങ്കിലും നിസ്കരിക്കുന്നവർക്കെല്ലാം സുന്നത്താണ്. ഐ യർഫഅ യദൈഹി, കൈകൾ ഉയർത്തൽ, ഇൻദ തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സന്ദർഭത്തിൽ കൈ ഉയർത്തുക. വഹാദാ ഖൗലു ആമത്തി അഹ്ലിൽ ഇൽമി, ഇതാണ് പൊതുവെ പണ്ഡിതന്മാരുടെ എല്ലാം അഭിപ്രായം. ലിമാ റവൽ ബുഖാരിയു വ മുസ്ലിമുൻ, തെളിവ് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു, അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന്, ഇബ്നു ഉമറിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെടുന്നു, ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹ് ഉദ്ധരിക്കുന്നു. ഖാല റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു, ഇദാ ഖാമ ലിസ്സലാ, നിസ്കരിക്കാൻ നിന്നാൽ റഫഅ യദൈഹി, നബി കൈകൾ ഉയർത്തും, ഹത്താ തകൂന ഹദ്വ മൻകിബൈഹി, രണ്ട് ഷോൾഡറിന് നേരെ ആകുന്നത് വരെ നബി കൈ ഉയർത്തും. സുമ്മ കബ്ബറ, എന്ന് നബി തക്ബീർ ചൊല്ലും. ഫൈദാ അറാദ അൻ യർകഅ, റുകൂഇലേക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ ഫഅല മിസ്ല ദാലിക, അങ്ങനെ തന്നെ ചെയ്യും, കൈ ഉയർത്തും, തക്ബീർ ചൊല്ലി റുകൂഇലേക്ക് കണ്ട് പോകും. വൈദാ റഫഅ മിൻ റുകൂഇ, റുകൂഇൽ നിന്ന് ഉയർന്നാൽ ഫഅല മിസ്ല ദാലിക,
അതേപോലെ തന്നെ ഇസ്തിദാർക്ക് വരുമ്പോഴും കൈ ഉയർത്തി ആണ് ചൊല്ലുള്ളത്. വലാ യഫ്അലു ദാലിക ഫി സുജൂദ്, സുജൂദിൽ നബി അത് ചെയ്യുമായിരുന്നില്ല. സുജൂദിക്ക് പോകുമ്പോൾ ഉയർത്തിയിട്ടില്ല, സുജൂദിൽ എണീക്കുമ്പോഴും ഉയർത്തിയിട്ടില്ല. ഇതാണ് ഒരു തെളിവ്. വലിമാ റവൽ ബുഖാരിയോ മുസ്ലിമുൻ, മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചത് തന്നെയാണ്. അൻ മാലിക് ബിൻ ഹുവൈരിസ്, മാലിക് ബിൻ ഹുവൈരിസിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ കബ്ബർ. മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ കബ്ബറ റഫഅ യദൈഹി, നബി തങ്ങൾ തക്ബീർ ചൊല്ലിയാൽ കൈകൾ ഉയർത്തുമായിരുന്നു. ഹത്താ യുഹാദി ബിഹിമാ ഉദ്നൈഹി, നബി രണ്ട് ചെവിയോട് നേരെ വരുന്നത് വരെ, കൈ ഉയർത്തിയിട്ട് ചെവിയോട് നേരെ വരുന്നത് വരെ. വഇദാ റകഅ, റുകൂഇലേക്ക് പോയാൽ റഫഅ യദൈഹി, കൈ ഉയർത്തുമായിരുന്നു. ഹത്താ യുഹാദി ബിഹിമാ ഉദ്നൈഹി, ചെവിക്ക് നേരെ വരുന്നത് വരെ. വഇദാ റഫഅ റഅസഹു മിൻ റുകൂഇ, റുകൂഇൽ നിന്ന് എഴുന്നേറ്റാലും അങ്ങനെ തന്നെ. ഫഖാല സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഅല മിസ്ല ദാലിക, ഇതേ പ്രകാരം ചെയ്യുമായിരുന്നു എന്ന ഹദീസും ഇതിന് തെളിവാകുന്നു. അവിടെ നമ്പർ 2 കാണാം, സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം. എന്നും റിപ്പോർട്ടിലുണ്ട്, ചെവിക്കുന്നി വരെ എന്നുമുണ്ട്, ഷോൾഡർ വരെ, ചെവിക്കുന്നി വരെ, 2 ഹദീസിൽ വന്നിട്ടുണ്ട്. വദക്കറ ശൗക്കാനി, താഴെ നമ്പർ 2, വദക്കറ ശൗക്കാനി ഫി സൈദുൽ ജറാർ, ഇമാം ശൗക്കാനി റഹിമഹുല്ലാ അസ്സൈദുൽ ജറാർ എന്ന കിതാബിൽ 1226 പറയുന്നു. അന്ന ഹാദൽ അമല ഖദ് സബത ഫി സുന്നതി മിൻ ത്വരീഖി 50 മിന സ്വഹാബ, 50 സ്വഹാബിമാരിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നബി ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് 50 സ്വഹാബിമാർ വഴിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മിൻഹും അൽ അശത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, ആ 50-ൽ അശത്തുൽ മുബശ്ശരീങ്ങൾ 10 പേരുമുണ്ട് എന്നാണ്. അപ്പം 4 ഖലീഫമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി അശത്തുൽ മുബശ്ശരീങ്ങൾ 6 പേരും, അങ്ങനെ 10 അശത്തുൽ മുബശ്ശരീങ്ങളും റിപ്പോർട്ട് ഹദീസാണിത്. അങ്ങനത്തെ ഹദീസ് കുറച്ചുണ്ടാവുള്ളൂ. സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാത്ത 40 പേരും ഉദ്ധരിക്കുക. 50 സ്വഹാബിമാരിൽ നിന്ന് ഇത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം ഷൗക്കാനി അസ്സൈദുൽ ജറാർ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി വയുസ്തഹബ്ബു, സുന്നത്താണ്, ഐ യകൂന റഫ്ഉൽ യദൈനി, കൈകൾ ഉയർത്തൽ, ഇലാ ഹദ്ബിൽ മൻകിബൈനി, ചുമലുകൾക്ക് നേരെ, ഷോൾഡർ നേരെ ആവുക. ഔ ഇലാ ഐദൽ ഉദ്നൈൻ, അല്ലെങ്കിൽ ചെവിക്കുന്നിയുടെ ഈ മുകൾ ഭാഗം വരെ. പിന്നെ നബി രണ്ടും ചെയ്തോന്നല്ലോ, നബി ചിലപ്പോൾ ഷോൾഡർ വരെ ഉയർത്തും, ചിലപ്പോൾ ചെവി വരെ ഉയർത്തും, രണ്ടുമാണ് നബി ചെയ്തത്. യഫ്അലു ഹാദാ മർറ വഹാദാ മർറ, ചിലപ്പോൾ ഇത് ചെയ്യുക, ചിലപ്പോൾ ഇത് ചെയ്യുക. അത് 2 നബി ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് 2 കൂടെ ഒപ്പം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരിക്കൽ ഷോൾഡർ വരെ, മറ്റൊരിക്കൽ ചെവിക്കുന്നി വരെ. വഹാദാ മദ്ഹബു അഹ്ലിൽ ഹദീസ്, അത് സംസ്കാരത്തിലാവാം, വ്യത്യസ്തമാവാം. ഇതാണ് ഹദീസ് പണ്ഡിതന്മാരുടെ വീക്ഷണം. എന്നാ ഹദീസ് പണ്ഡിതന്മാരുടെ വീക്ഷണം ഇതാണ്. കാരണം എന്താ? ലിഅന്ന മൻ ഫഅല ദാലിക, അങ്ങനെ ചെയ്താൽ യകൂന ഖദ് അമില ബിസ്സുന്നതി വാരിദത്തി ഫീ ഹാദിഹിൽ മസ്അല, ഈ മസ്അലയിൽ വന്ന എല്ലാ സുന്നത്തും പ്രാവർത്തികമാക്കുന്നവരായി മാറും. അത് ഇബ്നു ഉസൈമീനൊക്കെ പലപ്പോഴും പറയുന്നൊരു മസ്അലയാണ്. ഒരു വിഷയത്തിൽ നബിയിൽ നിന്ന് 2 രൂപത്തിൽ റിവായത്ത് വന്നാൽ 2 ചെയ്യാൻ പറ്റും, മനസ്സിലായല്ലോ. ഒരിക്കലും ഒന്ന് ചെയ്യാം, മറ്റൊരിക്കൽ മറ്റൊന്ന് ചെയ്യാം. അപ്പോൾ 2 അമൽ ചെയ്തവരായി മാറി. മുഹദ്ദിസീങ്ങൾ, ഫുഖഹാക്കൾ അങ്ങനെ ഒരു വേർതിരിവ് പറഞ്ഞിട്ടില്ല. ഫുഖഹാക്കൾ അങ്ങനെ വേർതിരിവ് പറഞ്ഞിട്ടില്ല, മുഹദ്ദിസീങ്ങൾ ആ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പ്രത്യേകം വന്നിട്ടില്ല. അതിനുശേഷം വരുന്നുണ്ട് അങ്ങനെ തക്കല്ലുഫ് ആവശ്യമില്ല എന്നാണ്. നമ്മൾ ഭയങ്കര ഒരു കൃത്രിമത്വം കാണിച്ചത്, പിന്നെ അവസാനം ഇങ്ങനെ പിടിച്ചത് ശരിയാക്കണം ഇങ്ങനെ അതിനൊന്നും ഒരു ആവശ്യം ഇല്ല. സാധാരണഗതിയിൽ ഒരാൾ കൈ ഉയർത്തുമ്പോൾ വരുന്നൊരു ഒരു ആവശ്യമുള്ളൂ. ഭയങ്കരമായിട്ട് കൈ ഇങ്ങനെ നോക്കി അതൊക്കെ പറഞ്ഞ് നോക്കി അവസാനം നമുക്ക് ശരിയാവില്ല, പിന്നെ 2ാമത് കെട്ടും, പിന്നെയും കെട്ടും, അങ്ങനത്തെ ഒരു പണി നമുക്കതിന് ആവശ്യമില്ല. അടുത്ത മസല വരുന്നുണ്ട്. ഇനി എങ്ങനെ സുജൂദിലേക്ക് പോവുകയാണെങ്കിൽ കിട്ടിപ്പോണം, മസ്ബൂക്ക് വരണമെങ്കിലേ. അതെ, നിസ്കാരത്തിൽ പ്രവേശിക്കണ്ടേ? പ്രവേശിക്കുന്ന തക്ബീറത്തുൽ ഇഹ്റാമാണ്. അല്ല നേരെ സുജൂദിലേക്ക് പോയാൽ പറ്റില്ല.
ചൊല്ലിയിട്ട് പിന്നെ സുജൂദിക്ക് തക്ബീർ പോകണം. കൈ കെട്ടണം, സുന്നത്താണ്. കൈ കെട്ട സുന്നത്താണ്. തക്ബീർ ചൊല്ലലാണ് ഫർള്. അല്ലാഹു അക്ബർ ചൊല്ലലാണ് ഫർള്. ഉയർത്തലും കെട്ടലും ഒക്കെ സുന്നത്താണ്. ഉയർത്തിയില്ല കെട്ടിയില്ല നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, ആ കൂലി പോകുന്നുള്ളൂ. അതാണ് നിസ്കാരത്തിൽ പ്രവേശിക്കാനുള്ളത്. എന്നിട്ട് തക്ബീർ ചൊല്ലിയിട്ടാണ് സുജൂദിക്കോ റുക്കൂഴിലേക്കോ ഇസ്ലാമിക്കോ എവിടേക്കാണോ ഇമാമിനെ കൂടെ ചേരുന്നെങ്കിൽ പോകേണ്ടത് അതിന് ശേഷമാണ്. അല്ല അതിന് നമ്മൾ നേരെ പിന്നെ അല്ലാഹു അക്ബർ നേരെ സുജൂദിക്കാണ്ട് പോവല്ല, അത് പറ്റില്ല. നിസ്കാരത്തിൽ പ്രവേശിച്ചിട്ട് വേണം പോവാൻ. ഇനി യുസ്തഹബ്ബു അയകുൻ റഫ്ഉൽ യദൈനി മുവാഫിഖൻ ലിത്തക്ബീർ. ഈ കൈ ഉയർത്തുന്നത് തക്ബീറിനോട് യോജിച്ചു കൊണ്ടാവണം. അല്ലാഹു അക്ബർ ആദ്യം പറഞ്ഞു വെച്ചു, പിന്നെ ഉയർത്തല് പിന്നെ അല്ല. അല്ലെങ്കിൽ ആദ്യം ഉയർത്തി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അല്ലാഹു അക്ബർ, അതുമല്ല. രണ്ടും ഒന്നിച്ച് അല്ലാഹു അക്ബർ പറയലും ഈ തക്ബീറും കൈ ഉയർത്തലും കൂടെ ഒന്നിച്ചാവുകയാണ് സുന്നത്തായി. അത് നിർബന്ധമല്ല, സുന്നത്തായ കാര്യങ്ങളാണ്. അതിലൊക്കെ അനാവശ്യമായ രീതികൾ സമൂഹത്തിലുണ്ട്. ചില പിൽക്കാലക്കാരായ ഫിഖ് പണ്ഡിതന്മാരുടെ കിതാബിലൊക്കെ, മുൻഗാമികളല്ല മുതാഖിരീങ്ങളുടെ കിതാബിലൊക്കെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അവിടെ ആ എന്ന ആ ഹംസയുടെയും അക്ബർ റായിനെയും ഇടയിൽ അയാൾ നിയ്യത്ത് മനസ്സിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അതാണ് ഇവിടെയൊക്കെ ഈ വസ്വാസ വരാൻ കാരണം. അവിടുന്ന് തുടങ്ങിയിട്ട് അല്ലാഹു അക്ബർ പറയുമ്പോഴേക്ക് നെയ്യത്ത് ഫുള്ള് ഇങ്ങനെ മനസ്സിൽ കൂടി കയറി പോകണം. അപ്പം പിന്നെ അള്ളാഹ് പറയുമ്പോഴത്തേന് ഇത് പോയി, അപ്പം കഴിഞ്ഞു. അപ്പം രണ്ടാമത് പിന്നെയും കെട്ടേണ്ടി വരും. അങ്ങനത്തെ ഒരു രീതി ഇല്ല. പിന്നെ കൈകൾ ഉയർത്തണം തക്ബീർ ആരംഭിക്കുമ്പോൾ. കൈ താഴ്ത്തരുത് ഇല്ല ഇന്തിഹായി, ആ തക്ബീർ അവസാനിക്കുമ്പോൾ. അപ്പം ഇങ്ങനെ നമ്മൾ ഉയർത്തി അവരോടുകൂടി അല്ലാഹു അക്ബർ. തക്ബീറും കൈ ഉയർത്തലും താഴ്ത്തലും ഒന്നിച്ചാണ് വരേണ്ടത്. ലിമാ സബത, തെളിവെന്താണ്? അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഖാല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ ഇല സ്വലാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ യർഫഉ യദൈഹി, നബി കൈകൾ ഉയർത്തും. ഹത്താ ഇദാ കാനത ഹദ്വ മൻകിബൈഹി, ചുമലിന് നേരെ ആയി കഴിഞ്ഞാൽ കബ്ബറ, നബി തക്ബീർ ചൊല്ലും. സുമ്മ ഇദാ അറാദ അൻ യർകഅ, റുകൂഇലേക്ക് പോകാൻ ഉദ്ദേശിച്ച റഫഅഹുമാ, കൈ ഉയർത്തും. ഹത്താ യകുന ഹദ്വ മൻകിബൈഹി, ചുമലിന് നേരെ ആയി കഴിഞ്ഞാൽ കബ്ബറ, തക്ബീർ ചൊല്ലും. വഹുമാ കദാലിക, കൈകൾ വെച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയും. ഫറക എന്ന് റുകൂഅ് ചെയ്യും. സുമ്മ ഇദാ അറാദ അൻ യർഫഅ സുൽബഹു, അവിടുന്ന് എണീക്കാൻ ഉദ്ദേശിച്ചാൽ റഫഅഹുമാ, കൈ ഉയർത്തും. ഹത്താ യകുന ഹദ്വ മൻകിബൈഹി, ചുമലിന് നേരെ ആയ സുമ്മ ഖാല സമി അല്ലാഹു ലിമൻ ഹമിദ, സുമ്മ യസ്ജുദ്, പിന്നെ നബി സുജൂദ് ചെയ്യും. ഫലാ യർഫഉ യദൈഹി ഫി സുജൂദ്, സുജൂദിൽ കൈ ഉയർത്താറില്ല. വയർഫഉഹുമാ, നബി കൈ ഉയർത്തുമായിരുന്നു. ഫീ കുല്ലി റക്അത്തിൻ, എല്ലാ റക്അത്തിലും. വതക്ബീറത്തിൻ, എല്ലാ തക്ബീറിലും. കബ്ബറഹ ഖബ്ല റുകൂഇ, റുകൂഇന് മുമ്പുള്ള തക്ബീറിലൊക്കെ. തക്ബീർ ഇഹ്റാമിൽ റുകൂഇക്ക് പോകുമ്പോൾ, അത് റുകൂഇന് മുമ്പുള്ളേ ഉള്ളൂ. റുകൂഇന് മുമ്പുള്ള തക്ബീറുകളിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് തക്ബീർ ഇഹ്റാം, രണ്ട് റുകൂഇലേക്ക് പോകുമ്പോഴുള്ള തക്ബീർ, അതിലൊക്കെ നബി കൈ ഉയർത്താറുണ്ട്. ഹത്താ തൻഖദിയ സ്വലാത്തു, നിസ്കാരം അവസാനിക്കുന്നവരെ. അപ്പം എല്ലാ റക്അത്തിലും റുകൂഇലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഇതാണ് തെളിവ്. ഇനി ഇതാണ് നസിയൽ മുസല്ലി, നിസ്കരിക്കുന്നവൻ മറന്നു റഫ്അൽ യദൈൻ, കൈ ഉയർത്താൻ മറന്നുപോയി. അല്ലാഹു അക്ബർ ചൊല്ലി കൈ കെട്ടി, പക്ഷെ ഉയർത്താൻ മറന്നു. ഔ തറക്കഹു, അല്ലെ അയാൾ ഉയർത്തില്ല, മറന്നു എന്നല്ല, അയാൾ അല്ലാഹു അക്ബർ എന്നിങ്ങനെ ചൊല്ലി കൈ ഉയർത്താനൊന്നും നിന്നില്ല. ഹത്താ ഇൻതഹ മിന തക്ബീർ, അങ്ങനെ തക്ബീർ ചൊല്ലി കഴിയുന്നവരെ ഉയർത്തില്ല. എങ്കിൽ ലം യുശ്അ ലഹു ഫിഅലുഹു, രണ്ടാമത് ഉയർത്തണോ? വേണ്ട. അയാളിപ്പോൾ അല്ലാഹു അക്ബർ എന്ന് കെട്ടി കൈ ഉയർത്തില്ല, പിന്നെയാണ് അയാൾ കൈ ഉയർത്തിയിട്ട് ചെല്ലുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത് ഉയർത്തണോ ചോദിച്ചാൽ വേണ്ട. ലിഅന്നഹു സുന്നത്തുൻ, അത് സുന്നത്താണ്. ഫാത്ത മഹല്ലഹ, മഹല്ലുഹ, അതിൻ്റെ സ്ഥലം, അതിന് സ്ഥാനം കഴിഞ്ഞു. അത് എപ്പോഴാണ് ഉയർത്തേണ്ടത്? അല്ലാഹു പറയുമ്പോൾ, അപ്പോൾ ഉയർത്തിയില്ല, അത് കഴിഞ്ഞു. ആ സുന്നത്ത് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. 1944 യുസ്തഹബ്ബു അൻ തകുന യദാനി ഇൻദ റഫ്ഇഹിമ, ഈ ഉയർത്തുമ്പോൾ കൈ എങ്ങനെയാവണം? കൈ ഉയർത്തുമ്പോൾ എങ്ങനെ ആയിരിക്കണം? മംദുദതൈ അൽ അസ്വാബിഇ, വിരലുകൾ നീട്ടിയതാവണം. ഇങ്ങനെയല്ല അർത്ഥം, ഇങ്ങനെയല്ല, വിരലുകൾ നീട്ടിപ്പിടിക്കണം. ലിമാ സബത അബീ ഹുറൈറത, തെളിവ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെട്ടിരിക്കുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ഫി സ്വലാ റഫഅ യദൈഹി മദ്ദ, നബി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൈകൾ ഉയർത്തുമായിരുന്നു. മദ്ദൻ, വിരൽ നീട്ടിക്കൊണ്ട്
നബി കൈ ഉയർത്തുമായിരുന്നു. അപ്പം വിരൽ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് എന്ന് മനസ്സിലായി. എണീക്കുമ്പോൾ വേണം, അത് പ്രത്യേക ഹദീസിൽ വന്നു. ആയത്തെ അദ്ദേഹത്തിന് എണീക്കുമ്പോൾ കൈ ഉയർത്തണം. അത് വേറെ തന്നെ ഹദീസിൽ പ്രത്യേകം വന്നതാണ്. നമുക്ക് ശേഷം വരുവേ യംബഗി അനിവാര്യമാണ് കൈകൾ സാധാരണ പതിവ് എങ്ങനെയാണോ അങ്ങനെ ആക്കാം. അവൻ അതിലൊരു തക്കല്ലുഫ്, ഒരു കൃത്രിമത്വം കാണിക്കണം ആവശ്യമില്ല. സാധാരണ ഒരു കൈ ഉയർത്താൻ പറഞ്ഞാൽ അങ്ങനെ ഉയർത്തുക, ആ ഉയർത്തേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ അതിനു വേണ്ടി ഭയങ്കരമായി ഒരു കൃത്രിമമായി ഒരു ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെ കൃത്രിമത്വം കാണിക്കുക? ബുദ്ധൂനഹുമായി കിബില, പള്ളഭാഗം കിബിലക്ക് ആക്കാൻ വേണ്ടി തക്കല്ലുഫ്, അത് വേണ്ട. അങ്ങനെ നോക്കി ഭയങ്കര അതുകൊണ്ട് സാധാരണഗതി കൈ ഉയർത്തുമ്പോൾ ഇങ്ങനെ വരും, അത് മതി. ഒരായ തക്കല്ലഫു ലമ്മൽ അസ്വാബിഇ, വിരൽ കൂട്ടുക, വേർപിരിക്കുക, അതൊന്നും തക്കല്ലുഫ് വേണ്ട. സാധാരണ കൈ ഉയർത്തുമ്പോൾ എങ്ങനെയാണ് വിരലുണ്ടാകുക, അത് മതി. അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിക്കണോ അങ്ങനൊന്നും ഒരു നമ്മൾ ചകഞ്ഞ നബി ചെയ്തത് നമുക്ക് കിട്ടി, അത് ചെയ്താൽ മതി. അതിനപ്പുറത്തേക്ക് പോകേണ്ടതില്ല. ഈ രൂപങ്ങളൊന്നും പ്രത്യേകിച്ച് നബീൻ അങ്ങനെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അതാണ് ഇതിലുള്ളത്. ഇനി ഇതാ ലബിസൽ മുസല്ലി അവസാനിപ്പിക്കാതോ പൂർത്തിയാക്കാൻ പറ്റുമോ? 5 മിനിറ്റേ ഉള്ളൂ. 3 മസാലയും കൂടെ ഉണ്ട്. അടുത്തേക്കാക്കാം അല്ലേ? ഓക്കെ. 3 മസാലയും കൂടെ ഉള്ളത്. കൈ ഇപ്പം ഇങ്ങനെ കുപ്പായത്തിലേക്ക് ഉള്ളിലാണെങ്കിൽ എന്ത് ചെയ്യുന്നതാണ്? നമ്മളിപ്പോൾ ഒരു ഭയങ്കര തണുപ്പത്താണ്, ഒരു കോട്ടൊക്കെ നിസ്കരിക്കുകയാണ്, കൈ അതിന് ഉള്ളിലാണ്. അപ്പോൾ ഉയർത്തുമ്പോൾ അതിന് പുറത്തേക്ക് എടുക്കണോ വേണ്ടേ? അതൊക്കെയാണ് ഇനി വരുന്ന മസാലകൾ. അല്ലെങ്കിൽ കൈ കഴിഞ്ഞൊരാളാണ്, കൈ ഇത്ര പൊന്തുള്ളൂ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഇനിയുള്ള മസാല. നമുക്ക് ക്ലാസ്സിൽ പൂർത്തീകരിക്കാം. ഏതാണെങ്കിലും ജീവിതത്തിലെ എല്ലാ ദിവസവും ആവശ്യമെന്ന മസാലയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. അത് ആ നിലയ്ക്ക് തന്നെ ശ്രദ്ധ കൊടുക്കാനും അമൽ ചെയ്യാനും പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.